അങ്ങ് പ്രാർത്ഥിച്ച പോൽ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ച പോൽ സ്നേഹിച്ചിടാൻ, അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ, അങ്ങ് പ്രാർത്ഥിച്ച പോൽ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ച പോൽ സ്നേഹിച്ചിടാൻ, അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ. ദൈവത്തിന് സ്തോത്രം. നാം അധിവസിക്കുന്ന ദേശത്തിനു വേണ്ടി ആത്മഭാരത്തോടെ ദേശത്തിലുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ക്രമീകരിക്കപ്പെട്ട മീറ്റിംഗാണ് നാഷണൽ പ്രയർ കോൺഫറൻസ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുക: നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു. ഈ കാലഘട്ടത്തിൽ ആത്മഭാരത്തോടെ ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടം ജനത്തെ ഒരുക്കിയെടുക്കുക എന്നതാണ് ഈ കോൺഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യനായ കർത്താവിന്റെ ദാസൻ ബാബു ചെറിയാൻ പാസ്റ്ററും ഈ ദിവസങ്ങളിൽ അനേക പ്രാർത്ഥനാ സമ്മേളനങ്ങൾ ക്രമീകരിക്കപ്പെടുകയും ശക്തമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന പാസ്റ്റർ ബിജി അഞ്ചലും, ക്യാൻസർ രോഗം വന്ന് ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ കർത്താവിന്റെ ദാസൻ ചിക്കു കുര്യാക്കോസ് വർഷിപ്പിന് നേതൃത്വം കൊടുക്കുകയും ഔദ്യോഗിക ജീവിതത്തോടൊപ്പം തന്നെ ഡോക്ടർ ബ്ലസ്സൻ മേമന അനേക അനുഭവത്തിന്റെ ഗാനങ്ങൾ രചിക്കുകയും പാടുകയും ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രിയ ബ്ലസ്സൻ മേമന വർഷിപ്പ് ലീഡ് ചെയ്യുകയും ഈ UAE-യിൽ കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജയലാൽ ലോറൻസും വർഷിപ്പിന് നേതൃത്വം കൊടുക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ദൈവിക സന്ദേശങ്ങൾ ഈ മീറ്റിംഗിൽ കടന്നു വന്ന ഓരോരുത്തർക്കും ഒരു അനുഗ്രഹമായി മാറി. അനേക രോഗികൾ സൗഖ്യമാകുന്നതും അനേകർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതും അനേകർ സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കപ്പെടുന്നതും കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും നടക്കുന്ന സെക്കൻഡ് സാറ്റർഡേ 12 മണിക്കൂർ ഉപവാസ പ്രാർത്ഥനയിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞു. എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ 12 മണിക്കൂർ ഉപവാസ പ്രാർത്ഥനയിലാണ് ദൈവം ഇങ്ങനെ ഒരു ആലോചന തന്നത്. പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥനയുടെ ഒരു പുതിയ അനുഭവത്തിലേക്ക് മാറുക തന്നെ ചെയ്യും. മാത്രമല്ല ഈ മീറ്റിംഗിന്റെ CD DVD കാണുന്ന ഓരോരുത്തരും യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അനുഭവിപ്പാനിടയാകും. ഈ DVD കാണുന്ന നിങ്ങളിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ തന്നെ ഉടലെടുക്കും. ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് നിങ്ങളിലേക്ക് പകരപ്പെടുവാനിടയാകും. ഈ DVD കാണുമ്പോൾ തന്നെ അനേക രോഗികൾ സൗഖ്യമാകും, അനേകർ യേശുവിനെ അറിയുവാനിടയാകും, അനേകർ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുക തന്നെ ചെയ്യും. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും യൂണിയൻ ചർച്ച് ഹാൾ നമ്പർ 9-ൽ വെച്ച് ഈ ദേശത്തിലെ ദൈവദാസന്മാർ, ദൈവമക്കൾ ഒരുമിച്ചുള്ള ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. അതിലും തുടർന്ന് നിങ്ങൾ കടന്നു വരിക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഇവിടെ ഈ മീറ്റിങ്ങിന് വേണ്ടി കടന്നു വന്നപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ കഴിഞ്ഞ നാളുകളിൽ പ്രിയ ദേവദാസൻ പാസ്റ്റർ ജോസ് KP-യിലൂടെ ദൈവം കൊടുത്ത ഒരു ദർശനം, അത് വരികളായി പാട്ടായിട്ട് ഞങ്ങൾക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിന്ന് രാത്രിയിൽ പാടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വരികൾ ഭയങ്കര എളുപ്പമാണ്. അങ്ങ് പ്രാർത്ഥിച്ച പോൽ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ച പോൽ സ്നേഹിക്കുവാൻ,
ക്ഷമിച്ചതുപോ ക്ഷമിച്ചിടുവാൻ. പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ചപ്പോൾ സ്നേഹിച്ചിടാൻ, അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ. അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ചപ്പോൾ സ്നേഹിച്ചിടാൻ, അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ. കൃപയേകണേ ബലമേകണേ നാഥാ യേശുവേ, കൃപയേകണേ ബലമേകണേ നാഥാ യേശുവേ. പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് നടന്നതുപോൽ, അങ്ങ് സ്നേഹിച്ചപ്പോൾ അങ്ങ് ക്ഷമിച്ചതുപോൽ, അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ചപ്പോൾ സ്നേഹിച്ചിടാൻ, അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ. അങ്ങിലിരിക്കാൻ, അങ്ങിൽ വസിപ്പാൻ, അങ്ങേ നേടാൻ, അങ്ങിൽ കൂടാൻ, പിന്നിൽ മറന്ന് മുന്നിൽ നോക്കാൻ, അങ്ങിലേക്ക് ചേർന്ന് പറയാമോ? കൃപയേകണേ കൃപയേകണേ ബലമേകണേ നാഥാ യേശുവേ, കൃപയേകണേ ബലമേകണേ നാഥാ യേശുവേ. അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് നടന്നതുപോൽ, അങ്ങ് സ്നേഹിച്ചപ്പോൾ അങ്ങ് ക്ഷമിച്ചതുപോൽ, അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ചപ്പോൾ സ്നേഹിച്ചിടാൻ, അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ. ലാഭമായത് ഛേദമെന്നെണ്ണാൻ, നിത്യമായത് നേടിടുവാൻ, ലോകെ കഷ്ടങ്ങൾ ലഘുവെന്നറിഞ്ഞ് നിത്യമായത് ഘനമെന്നു കാണാൻ. കൃപയേകണേ കൃപയേകണേ ബലമേകണേ നാഥാ യേശുവേ, കൃപയേകണേ ബലമേകണേ നാഥാ യേശുവേ, കൃപയേകണേ ബലമേകണേ നാഥാ യേശുവേ, കൃപയേകണേ ബലമേകണേ നാഥാ യേശുവേ. സന്തോഷമുള്ളവർ കരങ്ങളെ തട്ടി. സാധാരണ ഈ വർഷിപ്പ് സെൻറ്ററിൽ നടക്കുന്ന മീറ്റിങ്ങിൻ്റെ മെസ്സേജ് തുടങ്ങുന്ന സമയമേ ആയുള്ളൂ. മെസ്സേജ് 4 കഴിഞ്ഞു. 4 മെസ്സേജ് ഈ ഹാളിൽ കഴിഞ്ഞു ഇന്ന് രാത്രി. ദേവാലയത്തിൽ യേശു ചെന്ന് പതിവ് തെറ്റിച്ചതുപോലെ ചില പതിവുകൾ അകത്തു നിന്നും പുറത്തു നിന്നും പൊട്ടിയെന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് എല്ലാവർക്കും സന്തോഷം വന്നില്ല. എന്ത് പറയണം ഒന്നും അറിയില്ല പ്രിയരെ.
സകല മഹത്വവും സ്വർഗത്തിന്. കർത്താവ് ഒരു ദർശനം തന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നറിയില്ല. പ്രോഗ്രാം ഷീറ്റിലില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ഇന്ന് ഉച്ച കഴിഞ്ഞ് സംഭവിച്ചു. സ്കൂൾ, കോളേജ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ക്രമീകരിക്കപ്പെട്ട സമയം ഇതിൽ തന്നെയായിരുന്നു ആലോചിച്ചതെന്നാൽ താഴെ പെട്ടെന്നൊരു ഹോൾ എടുത്ത് ആ ഹോള് നിറഞ്ഞ യൗവനക്കാരെ മാതാപിതാക്കൾ കൊണ്ടുവന്നു. ആ സമയം ഇവിടെ കർത്താവിൻ്റെ ദാസൻ ബാബു ചെറിയാൻ പാസ്റ്റർ ഇതിൻ്റെ പുറകിൽ ഉച്ചവിശ്രമം കഴിഞ്ഞ് പ്രാർത്ഥന തുടങ്ങി. ഇവിടെ കൂടിയ കുടുംബങ്ങളോട് അവരെ കുടുംബമായി വന്നവരെ ഇരുത്തി മറ്റുള്ളവരെയും കൂടെ ചേർത്തിരുത്തി വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ കെട്ടുറപ്പിനെക്കുറിച്ച്, ഈ കോൺഫറൻസിൽ അതിന് അങ്ങനൊരു സെക്ഷൻ ഇല്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി അത് ഒരുക്കി. ഒരു പ്രോഗ്രാം ഷീറ്റില്ലാതെ എല്ലാവരും എന്നോട് പറഞ്ഞു, പാസ്റ്റർ 12 മണിക്കൂർ ആരാധനയിൽ ഒരു പ്രോഗ്രാം ഷീറ്റിൽ രാവിലെ തുടങ്ങിയ മെസ്സേജൊക്കെ 3:30 തീരുന്നു. ആര് കയറി, ആര് പ്രസംഗിച്ചു, ആര് പാടി ഒന്നും അറിയില്ല. 10 മണിക്ക് നിർത്താൻ പറ്റാതെ 10 ഇങ്ങനെ പോയി നിർത്തുന്നു. അതുപോലല്ല കോൺഫറൻസ്. എനിക്ക് ഒത്തിരി പേര് ഉപദേശം തന്നു, കോൺഫറൻസ് ആകുമ്പോൾ ഒരു പ്രോഗ്രാം ഷീറ്റ് വേണം, അതിന് സമയത്തിൻ്റെ ക്ലിപ്തത വേണം, എല്ലാം വേണമെന്നൊക്കെ പറഞ്ഞു. ഞാനും അങ്ങനെയൊക്കെ ആലോചിച്ചു തീരുമാനിച്ചു, പ്രിൻ്റ് അടിച്ചു. സാധനം എന്തിയെന്ന് അറിയത്തില്ല. മനസ്സിലായവർക്കായി സ്തോത്രം. എൻ്റെ കയ്യിൽ പ്രോഗ്രാം ഷീറ്റില്ല. കർത്താവെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. കോൺഫറൻസ് ഇന്ന് രാത്രി അവസാനിക്കുന്നു. പക്ഷേ ഉപവാസ പ്രാർത്ഥന തീർന്നില്ല. ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന നാളെ കഴിഞ്ഞ് മറ്റന്നാൾ 8-ാം തീയതി ശനിയാഴ്ച ഈ കർത്താവിൻ്റെ ദാസന്മാർ മുഴുവനും കൂടെ ചേർന്ന് യൂണിയൻ ചർച്ച് ഹോൾ നമ്പർ 9 വെച്ച് നടക്കുകയാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ. കോൺഫറൻസിൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു, വൈകിട്ട് ചായ ഏത്തയ്ക്കപ്പൊക്കെ തിന്ന്. പക്ഷേ ഫാസ്റ്റിംഗ് പ്രയറിൽ എനിക്കറിയാം, ചിലർ രാവിലെ 10 മണിക്ക് കയറിയിട്ട് പുറത്ത് ചായ ഇരിപ്പുണ്ട്, പുറത്ത് വെള്ളം ഇരിപ്പുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ജ്യൂസ് ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞാലും ആ ഹോള് വിട്ട് രാത്രി 10 മണിക്ക് പുറത്തിറങ്ങുന്ന ചിലരെ ഓർത്ത് ഞാൻ സ്തോത്രം പറയാം. ഇതൊക്കെ ചുമ്മാതെ പറയാമെന്നാ ചിലരുടെ ചിന്ത. ഞങ്ങളൊരു 1 മണി 2 മണി 3 മണി. ഇല്ല പ്രിയരെ, ദൈവ സാന്നിധ്യം നിന്നെ തൊട്ട് കഴിഞ്ഞാൽ നീ പരിസരം മറക്കും. പിന്നെ കൂടെ ഈ വാച്ചിലോട്ടുള്ള നോട്ടം മാറും. നാട്ടിൽ ഞാനിപ്പോൾ ചെന്ന് 12:30 ആയപ്പോഴേ പാസ്റ്റർ പിന്നെ സിബിട്ട് കാണിച്ചു. പാസ്റ്റർക്ക് 3 വർഷം അവിടെ ഇരിക്കേണ്ടത് കൊണ്ട് പുള്ളി ആ പരിപാടി അങ്ങ് നിർത്തി. 12 മണിക്കൂറിൽ അങ്ങനെയൊന്നുമില്ല. താല്പര്യമുള്ളവർ വന്ന്, ഹോള് ചെറുതായിരുന്നു, വലുതിലേക്ക് മാറ്റി. ഇനിയിപ്പം പാപ്പച്ചൻ പാസ്റ്ററും വിൽസൺ പാസ്റ്ററും കൂടെ ഒക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ 12 മണിക്കൂർ ആരാധനയ്ക്ക് മാസത്തിൽ ഒരു ദിവസം ഈ ഹോള് തന്നാൽ ഈ ഹോള് നിറയുമ്പോൾ നമ്മൾ എങ്ങോട്ടാ പോന്നേ? കേട്ടില്ല, എല്ലാവരും കേട്ടില്ല. എങ്ങോട്ടാ? ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പോകുന്ന ഈ ജനം പറഞ്ഞേ, അവരുടെ മനസ്സിൽ അതുണ്ട്, അവരുടെ ഉള്ളിൽ ആ ദർശനമുണ്ട്. പൂർത്തീകരിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഇച്ചിരി അറബിയൊക്കെ പറയും. ജയലാൽ പാസ്റ്റർ എന്നോട് പറഞ്ഞത്, ഞാൻ ചില ദീർഘവർഷങ്ങൾ സൗദിയിൽ ഒരു ജ്വല്ലറിയൊക്കെ നടത്തി. അവിടെ നിന്നൊക്കെ ഞാൻ എൻ്റെ അനുഭവം ഒന്നും പറയുന്നില്ല, ഒറ്റ വാക്കിൽ മരിച്ചു പോയെന്ന് പറഞ്ഞ് നാട്ടി വിട്ടതാ. നാട്ടിൽ വന്നപ്പം ആള് മാറി. ഒരു ടാബ്ലറ്റ് പോലും തരാതെ സ്വർഗ്ഗം എന്നെ സൗഖ്യമാക്കി. അന്നെടുത്തത് ഇപ്പോഴും എനിക്ക് ഫേസ്ബുക്കില്ല. കാര്യം ഞാൻ പാസ്റ്ററാന്നറിഞ്ഞ അതിലാരെങ്കിലും എന്തെങ്കിലും എഴുതി കളയും. എന്നോട് കോളേജിൽ പഠിച്ച ഒരു കുഞ്ഞുങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ പാസ്റ്ററാണെന്ന്. കോളേജ് രാഷ്ട്രീയവും സൗദി അറേബ്യയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം എരിവോടെ നിന്നിട്ട് അവസാനം സ്വർഗം എന്നെ ഇതെടുപ്പിച്ചു. എടുത്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇനി ഒരു ഇതുമില്ല, എരിവോടെ നിൽക്കുക. സ്തോത്രം, സ്തോത്രം.
ദർശനം ഉണ്ടെങ്കിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നമ്മളെ സ്വർഗം കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നിവിടെ ഇത് അവസാനിക്കുന്നു. ശനിയാഴ്ച രാവിലെ ഇതുവരെ വരാത്തവർ വരിക. അവിടെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്കും ജനത്തിന് അവിടെ അവസരങ്ങളുണ്ടോ? കുറെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന്. അവർ എഴുന്നേറ്റ് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നു, ജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ എന്നോട് ഇങ്ങോട്ട് കയറി വന്നപ്പം ശനിയാഴ്ച പറയേണ്ട ടെസ്റ്റ് മണിയാ, ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ പറയും. അത്ഭുതം മാത്രമല്ല, അത്ഭുതങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ പറഞ്ഞു പാസ്റ്ററെ, ഞാൻ കഴിഞ്ഞ മാസം ഒരു പ്രശ്നം പറഞ്ഞില്ലായിരുന്നു, എനിക്കൊരു കേസുണ്ട്, പ്രാർത്ഥിക്കണേന്ന്. പോയി ചെക്ക് ചെയ്ത് നോക്കി, കേസില്ല അവിടെ. എൻ്റെ പേരിൽ ആ കേസില്ലെന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മളൊക്കെ ഒരു ധാരണയുണ്ട്, 38 വർഷം അവിടെ കടന്നു, അവൻ കണ്ടോണ്ട് കിടക്കുക. കുളം കലങ്ങും, ദൂതൻ ഇറങ്ങി കുളം കലക്കും. ആദ്യം ഇറങ്ങുന്ന ആള് സൗഖ്യമാവും. അന്നേരം വന്ന് തൊട്ടിട്ടോട് നിനക്ക് സൗഖ്യം ആ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം അവന് മനസ്സിലായി ഇദ്ദേഹം എന്നെ എടുത്ത് ഇറക്കുമായിരിക്കും. ഇറങ്ങിയില്ല പ്രിയരെ, പിന്നെ കുളം കലങ്ങിയതുമില്ല, അവൻ അവിടുന്ന് സൗഖ്യമായി അങ്ങ് പോയതാ. നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു ധാരണയുണ്ട്, ഇന്ന വഴിയിലൂടെ ഒരു വിടുതൽ വരും, ഇന്ന രീതിയിൽ ഒരു അത്ഭുതം നടക്കും. ചിലരുടെ കേസിന്റെ ലിസ്റ്റിൽ പോലും ഇപ്പൊ അവിടെ കേസ് ഇല്ലെന്ന. ഇതിനകത്ത് കഴിഞ്ഞ 2 വർഷമായി പ്രാർത്ഥനാ സംഗമത്തിൽ വന്ന് 5.5 വർഷം ജോലി ഇല്ലാത്തവർ ജോലി കിട്ടി. കേസുകൾ, തലമുറ, എന്തെല്ലാം വിഷയങ്ങൾ, അതിനകത്ത് വന്ന് വിടുതൽ പ്രാപിച്ചവരുടെ കരം ഒന്ന് ഉയർന്ന് കാണട്ടെ. എത്ര കരങ്ങളുണ്ടെന്ന്. അത്ഭുത വിടുതലുകൾ പ്രാപിച്ചവർ, പുറകിലൊക്കെ എല്ലാത്തിനും നന്ദി പറയുക. വരിക പ്രിയരെ, ഈ ദേശത്തിന്റെ കെട്ട് കർത്താവ് പൊട്ടിച്ചു കഴിഞ്ഞു. അല്പം വിഷമമുണ്ട്, പക്ഷെ എനിക്കത് സന്തോഷം. 7 എമിറേറ്റ്സിൽ ഞങ്ങൾ പെട്രോൾ അടിച്ചു പോയി. എല്ലാ ദൈവദാസന്മാരെയും ചെന്ന് കണ്ട് അതിൻ്റെ ഒരു ദർശനമായിരുന്നു. എല്ലാവരോടും ചെന്ന് പറയാൻ പറ്റുന്നവരോടൊക്കെ നേരിട്ട് പറഞ്ഞു, അല്ലാത്തവരോട് ഫോൺ വിളിച്ചു പറഞ്ഞു, അല്ലാത്തവരോടൊക്കെ ചർച്ചകളിൽ കത്ത് കൊടുത്തു. എങ്ങനെയെങ്കിലും എല്ലാവരെയും അറിയിച്ചു. കോൺഫറൻസ് ഇവിടെ അവസാനിച്ചില്ല. ഒരു സന്തോഷത്തിന്റെ വാർത്ത കൂടി പറയുക. കോൺഫറൻസ് അടുത്ത വർഷവും കർത്താവിന്റെ വരവ് താമസമെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ നടക്കും. ഒരു സന്തോഷം പറയട്ടെ, ആ കോൺഫറൻസിൽ ബാബു ചെറിയാൻ പാസ്റ്ററും ബിജി ഏഞ്ചൽ പാസ്റ്ററും ബ്ലസ്സൻ എബ്രഹാമും ചിക്കു കുര്യാക്കോസും ശുശ്രൂഷിക്കും. ഇന്നു മുതൽ നമ്മൾ പ്രാർത്ഥന തുടങ്ങുക. നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട, അവരൊക്കെ അനുവദിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. കാരണം അവർക്ക് ഈ ഒരുപാട് മീറ്റിങ്ങുകൾ പങ്കെടുത്ത്, ഒരുപാട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് അവരനുഭവിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഒത്തിരി നല്ല അനുഭവങ്ങളെ പറഞ്ഞു. അടുത്ത വർഷം ഇതേ ടീം കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഈ കോൺഫറൻസിൽ ശുശ്രൂഷിക്കും. അതൊരുപക്ഷെ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് ദൈവദാസന്മാരെയും കൂടെ കൂട്ടിവരുത്തും. അതിന് കേട്ടില്ല? അതിനൊക്കെ ഈ ഷാർജ വർഷിപ്പ് സെന്റർ വേദിയാകാൻ പോകുന്നതോർത്ത് സ്തോത്രം. ഇപ്പം ഈ ഹോള് നിറഞ്ഞു, ഇനി ചേറില്ല. പക്ഷെ നമ്മൾ താഴത്തെ ഹോളും കൂടെ ആ ദിവസങ്ങളിൽ എടുത്തിട്ട് അവിടെ TV വെക്കും. ആമേ, നല്ല ആമീൻ പറ. ചുമ്മാതെ അങ്ങോട്ട് വിശ്വസിക്കും പ്രിയരെ. ഈ കോൺഫറൻസ് തുടങ്ങിയപ്പം എന്തോ എല്ലാം ചോദിച്ചു, എങ്ങനെ ഭാഷ ഒന്നും കണ്ടിട്ടല്ല. ഞാൻ പോലും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തവർ വരെ ദൈവനാമത്തിന് വേണ്ടി മുടക്കാൻ റെഡിയായി. ചിലരൊക്കെ പറയും ഒത്തിരി പണം ഉണ്ടായിട്ട്. അല്ല പ്രിയരെ, ഒരു ദറംസ് പോലും ഇതിനു വേണ്ടി മാറ്റിവെക്കാതെ ഇതിനു വേണ്ടി എടുത്തു ചാടിയത്. ആരുടെ മുന്നിൽ കൈ നീട്ടത്തില്ല. പക്ഷെ ദൈവം വലിയവ ചെയ്ത് കഴിഞ്ഞു. ദർശനം ഞാൻ സഭയിൽ പറയാറുണ്ട്, ഒരു ദൈവദാസൻ വന്ന് നിന്റെ തലയെ കൈവച്ച് നിന്നോടൊരു ദൂത് പറയുക. പക്ഷെ ആ ദൂത് നിന്നോട് ദൈവദാസന് പറയാൻ ദൈവം കൊടുക്കുന്നതിന് മുന്നമേ അത് ചെയ്തു വെച്ചിട്ട ദൈവം ആ ദൈവദാസന് വെളിപ്പെടുത്തിയത്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ആ ദൂത് ദൈവദാസന് കൊടുത്ത് നിന്നോട് പറയുന്നതിന് മുന്നമേ നീ വിശ്വസിച്ചാൽ മാത്രം മതി. അതിന് വേണ്ടുന്നത് മുഴുവനും സ്വർഗ്ഗം ഒരുക്കി കഴിഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. എല്ലാ ദൈവദാസന്മാരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഓടി അധ്വാനിച്ച് പ്രവർത്തിച്ച് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. കടന്ന എല്ലാ ദൈവദാസന്മാരോടുള്ള നന്ദി അറിയിക്കും. ഇന്നൊരു പക്ഷേ അല്പം സമയം മുന്നോട്ട് പോകും. കാര്യം എന്താണെന്നറിയാമോ? ഇതിനകത്ത് ആരെങ്കിലും ഈ കോൺഫറൻസ് കഴിഞ്ഞിന് ഒരു രോഗിയായിട്ട് ആരും ഈ ഹോള് വിട്ട് പോണ്ട. ആരും രോഗിയായിട്ട് പോണ്ട.
ബിസിനസ് തകർന്നു, കടഭാരത്താൽ ഭാരപ്പെട്ടു വന്നവർ ആരും നിരാശയോടെ ദൈവം ഒരു അത്ഭുതം ചെയ്യണം. ഈ എല്ലാ വിഷയത്തിനായും ഇന്ന് രാത്രി വ്യക്തിപരമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവിന്റെ ദാസന്മാർ ഒരുക്കമാണ്. ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു കൊടുത്ത് മുഴുവൻ മഹത്വവും സ്വർഗത്തിന് കൊടുത്താട്ടെ. മുഴുവൻ മഹത്വവും സ്വർഗത്തിന് കൊടുത്താട്ടെ. മുഴുവൻ മഹത്വവും സ്വർഗത്തിന് കൊടുത്താട്ടെ. പോരാ പോരാ. നന്ദി യേശുവേ. വാ തുറന്ന് താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ശബ്ദമുയർത്തി താങ്ക് യു ലോർഡ്. ഈ ദേശം ഒന്ന് കേൾക്കട്ടെ. നല്ല ആത്മീയ വിരുന്നിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനത്തിൻ്റെ സത്യം ഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവത്തിൻ്റെ പൊന്നു തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട കഴിഞ്ഞുപോയ മണിക്കൂറുകൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കാണുവാനും അനുഭവിക്കുവാനും ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പാടുന്ന നമ്മുടെ ജീവിതത്തിൽ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ഉണ്ടായാൽ നാം അതിനോട് സഹകരിക്കുമോ? ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് പരിമിതപ്പെടുത്താനോ പ്രോഗ്രാമിൽ ഒതുക്കാനോ കഴിയത്തില്ല. മേഘനിമിത്തം പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞില്ല എന്ന വാക്യത്തിൻ്റെ അർത്ഥം എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. പുരോഹിതന്മാർ ഒരു പ്രോഗ്രാം ഷീറ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആരൊക്കെ പ്രാർത്ഥിക്കണം, ആരൊക്കെ പാടണം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എത്ര മണിക്ക് നിർത്തണം എന്നുള്ള ഒരു പ്രോഗ്രാം ഷീറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞപ്പോൾ അവരുടെ പ്രോഗ്രാം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. പ്രോഗ്രാം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങാതിരിക്കുകയും ചെയ്താൽ എന്താ പ്രയോജനം? പത്രോസ് ഒരു പ്രസംഗം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ പത്രോസ് ഒരു പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്രസംഗമാണ്, സിസ്റ്റമാറ്റിക് പ്രസംഗമാണ്. മുഖപക്ഷമില്ലാത്ത ദൈവം, ഇതാണ് വിഷയം. മുഖപക്ഷമില്ലാത്ത ദൈവം. വളരെ നന്നായിട്ട് ആ പ്രസംഗം കത്തിക്കയറി വന്നപ്പോൾ പ്രസംഗം ഉഴപ്പിപ്പോയി. നോട്ട് എഴുതിക്കൊണ്ടിരുന്നവർക്ക് എഴുതാൻ മേലാത്ത അവസ്ഥ വന്നു. പ്രസംഗം കണ്ടിന്യൂ ചെയ്യാൻ മേലാത്ത അവസ്ഥ വന്നു. കേൾവിക്കാർ മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. കേൾവിക്കാർ മുഴുവൻ അന്യഭാഷ പറയാൻ തുടങ്ങി. കേൾവിക്കാർ പ്രവചിക്കാൻ തുടങ്ങി. അവർ നൃത്തം ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പല വിധത്തിൽ വെളിപ്പെടാൻ തുടങ്ങി. പ്രസംഗികൻ പ്രസംഗം നിർത്തേണ്ടി വന്നു. അങ്ങനെയുള്ള മീറ്റിങ്ങിനെ പ്രസംഗശാസ്ത്രജ്ഞന്മാർ എങ്ങനെ കാണും? അങ്ങനെയുള്ള മീറ്റിങ്ങിനെ തിയോളജിയന്മാർ എങ്ങനെ കാണും? നല്ലൊരു പ്രസംഗമായിരുന്നു, അത് ഉഴപ്പിക്കളഞ്ഞു എന്ന് പറയും. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയും, ഇതാണ് നടക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ജനങ്ങളിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായ റിസൾട്ട്. വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് വന്നു എന്നത് ഒരനുഭവമാണെങ്കിൽ, ആത്മസ്നാനവും അഭിഷേകവും അന്യഭാഷയും എല്ലാം കഴിഞ്ഞിട്ട് വചനം ശുശ്രൂഷിച്ചതും ബൈബിളിലുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തി 2-ലാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ൽ അവർ വചനം പ്രസംഗിച്ചില്ല, അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 10 ദിവസത്തെ പ്രാർത്ഥനയുടെ ഒടുവിൽ ആത്മശക്തി അവരിലേക്ക് ഇറങ്ങി വന്നു. ആരും പ്രസംഗിച്ചില്ല,
പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഒരു അഗ്നിനാവിൻ്റെ ദർശനം അവർക്കുണ്ടായി. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു. എത്ര നേരം സംസാരിച്ചെന്ന് അറിഞ്ഞുകൂടാ. എന്തൊക്കെ പ്രകടനങ്ങളുണ്ടായി എന്നറിഞ്ഞുകൂടാ. വലിയ മുഴക്കമുണ്ടായി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ലൂക്കോസ്. കാറ്റടിക്കുന്നത് പോലെ ഫീൽ ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. ആൾക്കാർ ഓടിക്കൂടിയെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെയോ സംഭവിച്ചു. എന്നാൽ ആ സംഭവം എത്ര മണിക്കൂർ നീണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് വളരെ ശാന്തമായ വചന ശുശ്രൂഷ പത്രോസ് നടത്തി. ഇത് രണ്ടും പെന്തക്കോസ്തിൻ്റെ അനുഭവങ്ങളാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരുന്നു. ഒരു പ്രവാചകൻ്റെ ശുശ്രൂഷയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അഭിഷേകത്തിൻ്റെ ചലനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ സമയമായിരുന്നു ഇതുവരെ. ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ വചനം ശാന്തമായി ശ്രദ്ധിക്കുന്നത് മനോഹരമാണ്. ഞാനിവിടെ ആരാധനയുടെ സമയത്ത് ശ്രദ്ധിച്ചു. ഏതാണ്ട് 80% ആളുകളും അതിനകത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ആളുകൾക്കത് മനസ്സിലാകുന്നില്ല. ചില ആളുകൾ അത്ഭുതത്തോടെ അതിലിരിക്കുന്നതും ഞാൻ കണ്ടു. ആരുടെയും കുറ്റമല്ല, അവർക്കറിയാത്തത് കൊണ്ടാണ്. ഇതെല്ലാം ബിബ്ലിക്കലാണ്. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ രോഗി സൗഖ്യമായി. അതൊക്കെ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയ കാര്യമാണ്. എഴുതാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതേണ്ടതാണ്. അതുപോലെ നടന്നുകൊണ്ടിരിക്കുക ലോകം മുഴുവൻ. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. അത് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതിൽ കൂടുതൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ സഭയിലോ എൻ്റെ ലീഡേഴ്സിലോ കണ്ടിട്ടുള്ളതിനേക്കാൾ വലുത് ഈ തലമുറയിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഏത് കുഞ്ഞുങ്ങളെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ ഈ ആഴ്ചയിൽ റീനാഡ് ബോങ്കയുടെ ജീവചരിത്രം വായിക്കുകയായിരുന്നു. വായിച്ചപ്പോൾ ഒരു സ്ത്രീ റീനാഡ് ബോങ്കയുടെ യോഗത്തിൽ പോയി. അവിടെ ഇരുന്നോണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇദ്ദേഹത്തിന് 1,00,000 ആത്മാക്കളെ നീ കൊടുത്തല്ലോ, എനിക്ക് 100 ആത്മാക്കളെ തരാമോ? വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചു. അവരുടെ മനസ്സിലൊരു പ്രേരണയുണ്ടായി, റീനാഡ് ബോങ്കയെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണം. പക്ഷെ നടക്കാത്ത കാര്യമാണ്. അത്ര ലക്ഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ കൂടുന്നത്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തക്കതായ രോഗമൊന്നും ഇവർക്കില്ല. വോളണ്ടിയേഴ്സ് ഇവരെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. പക്ഷേ അവർ ദീർഘവർഷം അതിനു വേണ്ടി കാത്തിരുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. എവിടെയോ ഒരറിവ് അവർക്ക് കിട്ടി. ഒരു കൊച്ചു യോഗത്തിൽ, ഒരു ചെറിയ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടെന്ന്. അവിടേക്ക് ഈ സഹോദരി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. അവരുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ചു. മീറ്റിങ്ങിന് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ചെന്നു. മുമ്പ് ചെന്നിട്ട് ഫ്രണ്ടിലത്തെ സീറ്റിൽ പോയിരുന്നു. ആരും വന്നിട്ടില്ല. ആ സഹോദരിയും അവരുടെ ഫ്രണ്ടും കൂടെ ഫ്രണ്ടിൽ പോയിരുന്നു. ഇരുന്നപ്പോൾ വേറൊരു സഹോദരി, പ്രായമുള്ള അമ്മച്ചി വന്നിട്ട് അടുത്തിരുന്നിട്ട് കയ്യെ പിടിച്ചിട്ടൊരു ദൂത് പറയുക, നീ നാളുകളായി ആഗ്രഹിച്ചിരുന്ന കാര്യം ഇന്ന് നടക്കാൻ പോവുക. അവർക്ക് വിശ്വാസം കുറവിടെ വർദ്ധിച്ചു. ആ ദൈവദാസനെ ശുശ്രൂഷിക്കാൻ വന്നു. അദ്ദേഹം സാധാരണ ചെയ്യുന്നത് പോലെ രക്ഷിക്കപ്പെടാനുള്ള ആളുകളെ, പാവികളെ ആദ്യമേ വിളിച്ചു. ഈ സഹോദരി ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് നാണിച്ച് അവിടെ ഇരുന്നു. കാരണം ഞാൻ പാവിയല്ലല്ലോ. രണ്ടാമത് രോഗിയെ വിളിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം അദ്ദേഹത്തിന് നിയോഗം കൊടുത്തു. അദ്ദേഹം ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു വലിയ അത്ഭുതം അവിടെ നടന്നു. അത് ഞാൻ വിവരിക്കുന്നില്ല. അവർ ആരാണെന്നോ എന്താണെന്നോ ഒന്നും പിന്നീട് ആരും അറിഞ്ഞില്ല. അവരവരുടെ സ്വന്തം നാട്ടിൽ ചെന്ന് വിധവമാരെയും വിവാഹമോചനം നേടിയ സ്ത്രീകളെയും നിരാശരായവരെയും എല്ലാം വിളിച്ചുകൂട്ടി പ്രാർത്ഥന ആരംഭിച്ചു. അതൊരു വലിയ ഉണർവ് യോഗമായി വളർന്നു. ആരോ പറഞ്ഞ് ഈ വിവരം റീനാഡ് ബോങ്കെ അറിഞ്ഞു. റീനാഡ് ബോങ്കെ യോഗം നടത്തിയ അതേ സ്റ്റേഡിയത്തിൽ ഈ സ്ത്രീ യോഗങ്ങൾ നടത്താൻ തുടങ്ങി. ഈ മനുഷ്യൻ ഈ യോഗം കാണാൻ പോയി.
ഈ മനുഷ്യൻ ആ യോഗസ്ഥലത്തെത്തി ആരെയും അറിയിക്കാതെ ഏറ്റവും പുറകിലിരുന്ന് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് അദ്ദേഹം അവിടെ വന്നു എന്ന് ആരെയും അറിയിക്കാതെ തിരിച്ചുപോയി. ആ നടന്ന സംഭവം തൻ്റെ ജീവിതത്തിൽ എഴുതി വെച്ചു. ദൈവത്തിന് ആരെയും ഉപയോഗിക്കാൻ കഴിയും. ദൈവത്തിന് ഏത് വിധത്തിലും പ്രവർത്തിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ പ്രവർത്തികളൊന്നും തീർന്നു പോയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നമുക്ക് വിശ്വാസമുള്ളവരായിത്തീരാം. നമുക്ക് ഒരു ഉയർന്ന കാഴ്ചപ്പാടുള്ളവരായിത്തീരാം. ദൈവം വലിയവ ചെയ്യട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നായിരുന്നു. നിങ്ങൾക്ക് ഈ ബോർഡിൽ ആ വാക്യം വരുന്നുണ്ട്, നോക്കുക. ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബൈബിൾ തുറക്കുക. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 22-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കാം. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. ഈ വേദഭാഗം തുടർച്ചയായി സംസാരിക്കുന്നത് കൊണ്ട് മുഖവുരകൾ പറയുന്നില്ല. ഇതിൽ നിന്ന് നാം ഒന്നാമത് പഠിച്ചത്, മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം തൻ്റെ ഹൃദയം പകരാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത് പഠിച്ചത്, ദൈവത്തിന് നീതിയും സ്നേഹവുമുണ്ട്. രണ്ടും വിട്ടുവീഴ്ചയില്ലാത്തതാണ്. മൂന്നാമത് നാം ചിന്തിക്കാൻ പോകുന്നത്, എഴുതുന്നവർക്ക് എഴുതാം, നിങ്ങളുടെ ഫയല് നഷ്ടപ്പെടുത്തരുത്. മൂന്നാമത്തെ കാര്യം, ഈ അബ്രഹാം നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന മൂന്നാമത്തെ ലെസൺ, സർവശക്തനെ മനുഷ്യന് പിടിച്ചു നിർത്താൻ കഴിയും. സർവശക്തനെ മനുഷ്യന് പിടിച്ചു നിർത്താൻ കഴിയും. അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് സോദോമിലേക്ക് പോകാൻ ഇറങ്ങിയ ദൈവപ്രത്യക്ഷതയിലെ 3 പുരുഷന്മാരിൽ ഒരുവനെ അബ്രഹാം പിടിച്ചു നിർത്തി. അബ്രഹാം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ യഹോവയായ ദൈവം അവിടെ നിന്നു എന്ന് വ്യക്തമാണ്. നമുക്ക് ബൈബിളിൽ നോക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 10-ാമത്തെ വാക്യം കിട്ടിയവർ ഉറക്കെ വായിക്കാം. ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. ദൈവം മോശയോട് പറഞ്ഞ വാക്കാണ്. ഒരു വ്യാഖ്യാനവും വേണ്ട, സിമ്പിളായിട്ട് പഠിച്ചാൽ മതി. മോശ വിട്ടില്ലെങ്കിൽ ദൈവത്തിന് പോകാൻ പറ്റുകയില്ല. ആര് പറഞ്ഞു? ദൈവം പറയുക, എന്നെ നീ വിട്, നീ വിടാതെ എനിക്ക് പോകാൻ പറ്റില്ല. സർവശക്തനെ മനുഷ്യന് പിടിച്ചു നിർത്താമോ? പിടിച്ചു നിർത്താം. മറ്റൊരു വാക്യം, ഉൽപ്പത്തി പുസ്തകം 32:26. എന്നെ വിടുക. ആദ്യം വായിച്ചതിനേക്കാൾ കുറെ കൂടെ തെളിഞ്ഞ വാക്യമാണിത്. ഇത് യാക്കോബാണ് പറയുന്നത്. യാക്കോബിനോട് ദൈവം പറയുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, എന്നെ വിടുക. എന്താണ് അതിന്റെ അർത്ഥം? പുഴുവായ യാക്കോബ് വിട്ടില്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിന് പോകാൻ പറ്റുകയില്ല. ഈ സത്യം ഇന്ന് രാത്രി നമ്മുടെ അകത്ത് കയറണം. അത് നാം ഗ്രഹിച്ചിട്ട് നാം ദൈവത്തെ സ്തുതിക്കണം. മനുഷ്യന്റെ ബലം ആണോ ഇവിടെ കാണുന്നേ? സർവശക്തനായ ദൈവത്തെ പുഴുവായ മനുഷ്യന് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പിന്നെ എന്താണിത്? ഇവിടെ ദൈവത്തിൻ്റെ മനസ്സാണ് നാം കാണുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയെ ദൈവം എത്രമാത്രം ആദരിക്കുന്നു എന്നാണ് ആ സത്യം വെളിപ്പെടുത്തുന്നത്. യാക്കോബ് പ്രാർത്ഥിക്കാനായി നിന്നപ്പോൾ ദൈവം പറയുക, നീ വിടാതെ എനിക്ക് പോകാൻ പറ്റുകയില്ല.
നീ വിടാതെ എനിക്ക് പോകാൻ പറ്റുകയില്ല. ഇത് നമ്മുടെ അകത്ത് കയറിയാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വ്യത്യാസപ്പെടും. നാം പിടിച്ചാൽ ദൈവം നിൽക്കും. എങ്കിൽ പിന്നെ എന്താ പിടിക്കാത്തെ? പ്രാർത്ഥനയിൽ ഒരു പടി കൂടെ കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ഇന്ന് രാത്രി പ്രബോധിപ്പിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഈ ഉണർവ് പോകരുത്. വ്യക്തിപരമായി നിങ്ങൾ മുട്ടിന്മേൽ നിൽക്കുന്നവരാകണം. ദൈവം അനുഗ്രഹിച്ച കുടുംബങ്ങളൊക്കെ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന ഏറെക്കുറെ നിർത്തി. കാരണം എന്നാ? ദൈവം ഞങ്ങളെ മാനിച്ചു പാസ്റ്ററേ. ഇപ്പം ഞങ്ങൾക്ക് നല്ല സോഫായിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു നല്ല കാലം ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അത് നല്ല കാലമാണോ കഷ്ടകാലമാണോ എന്ന് നമുക്ക് വിലയിരുത്താം. ഞാൻ ബൈബിൾ പരിശോധിച്ചപ്പോൾ 9 ഭക്തന്മാർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതിലൊരാള് ദാനിയേലാണ്. ദാനിയേൽ നല്ല പ്രായത്തിൽ എത്തിക്കഴിഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്കത് സാധിക്കാതെ പോയി എങ്കിൽ ഇനി സാധിക്കാൻ വിഷമ. മറ്റു ചില സമുദായക്കാര്, മറ്റു ചില മതക്കാര് അവരുടെ ആ കറക്റ്റ് സമയമാകുമ്പോൾ മുട്ടുകുത്തുന്നു ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാനൊരിക്കൽ എറണാകുളത്ത് നിന്ന് ബോംബെക്ക് പോകുന്ന ട്രെയിനിൽ കയറി പോവുകയാണ്. ട്രെയിൻ തൃശ്ശൂർ എത്താറായപ്പോൾ ചാലക്കുടിക്ക് അടുത്ത് ഡിവൈൻ നഗർ എന്നൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. പുതുതായിട്ടുണ്ടായ റെയിൽവേ സ്റ്റേഷനാണ്. കേരളത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നാണത്. ആ റെയിൽവേ സ്റ്റേഷൻ പുതുതായിട്ടുണ്ടായതാണ്. എങ്ങനെ ഉണ്ടായെന്നറിയാമോ? ഒരു കത്തോലിക്ക പുരോഹിതൻ ഒരു പ്രാർത്ഥന ആരംഭിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി ഉണ്ടായതാണ് ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷൻ. ജനങ്ങൾ അവിടേക്ക് ഓടിക്കൂടാൻ തുടങ്ങി. അവിടെ നിന്ന് കുറേ ആളുകൾ എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ കയറിയത് മുഴുവൻ സ്ത്രീകൾ. അവർ റിസർവ് ചെയ്തിരുന്നതാണത്. എനിക്കൊരു സീറ്റ് അവിടെ ഉണ്ടായിരുന്നു. സൈഡ് ബെർത്തെ മോളിൽ ഞാൻ ഇരിക്കുക. ഈ സ്ത്രീകൾ കയറി വന്നു. പെട്ടെന്ന് ലഗേജ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രായമുള്ള ഒരു അമ്മച്ചി പറയും, ഓക്കെ ലെറ്റ് us pray. ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ അവരിൽ നിന്ന് കാണാമെന്ന് വെച്ച് നോക്കി. 74 വയസ്സുള്ള അമ്മച്ചിയാണ് ലീഡ് ചെയ്യുന്നത്. ഒട്ടും അതിശയോക്തിയല്ല. ആ കയറി വന്ന സ്ത്രീകൾ ഓടുന്ന തീവണ്ടിയിൽ മുട്ടുകുത്തി. പായില്ല, പരവതാനിയില്ല, മുട്ടുകുത്തിയിട്ട് ഇപ്പം ഇവിടെ പാടിയ പാട്ടുകളൊക്കെ തന്നെ പാടി. ഇപ്പം ഇവിടെ കേട്ട പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ ഗാനങ്ങൾ തന്നെ പാടുക. എത്ര? അരമണിക്കൂർ പാടി. അത്രയും നേരം ഇവർ മുട്ട നിന്നു. എനിക്ക് ഭയങ്കര ലജ്ജയും കുറ്റബോധവും തോന്നി. ഞാൻ ഇന്ന് വരെ ഓടുന്ന ട്രെയിനെ മുട്ടുകുത്തിയിട്ടില്ല. അത്രയ്ക്കൊന്നും താന്ന പണിയൊന്നും ചെയ്യാൻ എന്നെപ്പോലെ ഒരാളെ കിട്ടത്തില്ല. പക്ഷെ എനിക്ക് അവരുടെ ആത്മീയത അംഗീകരിക്കാനും പറ്റത്തില്ല. കാരണം അവരെൻ്റെ സഭയിലല്ലല്ലോ. മുട്ടൊക്കെ കുത്തിക്കോ, പക്ഷേ നിങ്ങൾ സ്വർഗത്തിൽ വരുമെന്നൊന്നും ഞാൻ സമ്മതിക്കുകയില്ല. അഥവാ വന്നാൽ ഞാൻ ഇറങ്ങിപ്പോവുകയും ചെയ്യും. കാരണം ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല ആണെന്നേ. എൻ്റെ കാര്യം പറയാം, നിങ്ങളുടെ ആരുടെയും കാര്യമല്ല. ഞാൻ ആകെ കൺഫ്യൂഷനായി. ദൈവം എന്നോട് പറഞ്ഞ്, നീ നിന്നെ ഈ കമ്പാർട്ട്മെൻറ്റ് കയറ്റി എന്തിനാണെന്നറിയോ? ഇത് കാണിക്കാനാ. ഈ വണ്ടിയിൽ എന്തോ ഒരു സീറ്റുള്ളതാ, കാണാൻ പറഞ്ഞു. 60 കൊല്ലം മുമ്പ് നിന്റെ പിതാക്കന്മാർ ഇങ്ങനെയായിരുന്നു. അവർ നടുറോട്ടി മുട്ടുകുത്തുന്നവരായിരുന്നു. അതിൻ്റെ നന്മ വന്നിട്ട് ഇപ്പം നീ മെത്തയിലിരുന്ന് പ്രാർത്ഥന തുടങ്ങി. ദൈവത്തെ പിടിച്ചു നിർത്തുന്ന മനുഷ്യരായിരുന്നു ഇതിൻ്റെ എല്ലാം തുടക്കക്കാര്.
ഞാനിവർ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ പാട്ട് പാടിയപ്പോൾ ഞാനും കൂടെ പതുക്കെ മൂളിപ്പാട്ട് പാടി. എന്നാ കുഴപ്പം? അതിൻ്റെ ഏറ്റവും ഒടുവിൽ മാതാവിനോടുള്ള ഒരു 2 വരി പാടി. അന്നേരം ഞാൻ മിണ്ടാതിരുന്നു. എല്ലാം കഴിഞ്ഞ് അമ്മച്ചിമാർ എഴുന്നേറ്റ് സീറ്റിലിരുന്നപ്പോൾ ഞാൻ ഈ മൂളെന്നൊക്കെ കേട്ടല്ലോ. എന്നോട് ചോദിച്ചു, ഫാദറാണോ? ഞാൻ പറഞ്ഞു ആ. ഞാൻ ആന്ന് പറഞ്ഞത് എനിക്ക് 3 മക്കളുള്ളതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ആ തലയാട്ടിനകത്തൊരു ഇച്ചിരി കുഴപ്പമുണ്ടെന്ന് മനസ്സിലായ അമ്മച്ചി എടുത്ത് ചോദിച്ചു, വാട്ട് യു മീൻ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സുവിശേഷകനാ. ഓ ഓക്കെ, ഞങ്ങൾ നിങ്ങളെപ്പോലെ ആയിക്കൊണ്ടിരിക്കുക. ആ ഒടുവിലത്തെ 1-2 ലൈനൂടെ മാറാനുള്ളൂ. എന്ത് ക്ലിയറായിട്ടാ പറയുന്നത്. എന്നിട്ടും എൻ്റെ ഉള്ളിൽ ഇച്ചിരി ഒരു വിഷമമുണ്ട്. സ്തോത്രം. ഞാൻ ആ യാത്രയിൽ മുഴുവനും അവർ ദൈവവചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഷെയർ ചെയ്യുന്നതും ബിഹേവ് ചെയ്യുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഓ, ദൈവം ഇത്ര വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ വരുത്തിയല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത്. നമുക്കവിടേക്ക് മടങ്ങി വരാം. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നവൻ മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയില്ല. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നവൻ പ്രശ്നങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുകയില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവൻ പണത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയില്ല. സ്ഥാനമാനങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുകയില്ല. കസേരകളുടെ മുമ്പിൽ മുട്ടുകുത്തുകയില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവനെ മുട്ടുകുത്തിക്കാൻ ആർക്കും കഴിയുകയുമില്ല. മൊർദെഖായി എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാവിലെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തും. അതിനുശേഷം ആരുടെ മുമ്പിലും മുട്ടുകുത്തത്തില്ല. ഹാമാൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അവനെ എല്ലാവരും മുട്ടുകുത്തി വണങ്ങുന്ന അവന് ഇഷ്ടമാണ്. അവനൊരു പൊങ്ങച്ചക്കാരനാണ്. കാര്യം സാധിക്കണമെന്നുള്ളവരെല്ലാം ഇവനെ കാണുമ്പോൾ പൊങ്ങച്ചം പറയുകയും ചെയ്യും. ഇവൻ്റെ മുമ്പിൽ മുട്ടുകുത്തുവോ എന്ത് വേണേൽ ചെയ്യും. മൊർദെഖായിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മൊർദെഖായി ഒരു അഹങ്കാരിയാണ്, തലക്കനമാണെന്നൊക്കെ ആളുകൾക്ക് തോന്നും. പക്ഷെ അഹങ്കാരമല്ല. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നവന് മനുഷ്യനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ മുട്ടുകുത്താൻ ഒക്കുകയില്ല. ഹാമാൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ ഞാനൊരു ദിവസം മുട്ടുകുത്തിക്കും. പക്ഷേ മൊർദെഖായിയെ മുട്ടുകുത്തിക്കാൻ ഹാമാന് കഴിഞ്ഞില്ലെന്നാണ് എസ്തേറിൻ്റെ പുസ്തകം നമ്മോട് പറയുന്നത്. ഹാമാൻ മുട്ടുകുത്തുകയല്ല ചെയ്തത്, ഹാമാനും ഹാമാൻ്റെ തലമുറയും നശിച്ചുപോയി. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്ന നിന്നെ മുട്ടുകുത്തിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. തൽക്കാലം വേദന അനുഭവിച്ചാലും, തൽക്കാലം ദുഃഖങ്ങൾ അനുഭവിച്ചാലും, തൽക്കാലം പരിഹാസമോ നിന്ദയോ ഉണ്ടായാലും പേടിക്കരുത്. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ മുട്ടുകുത്തിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവത്തെ പിടിച്ചു നിർത്താൻ, സർവശക്തനെ പിടിച്ചു നിർത്താൻ മനുഷ്യന് കഴിയുമോ? അതെ, കഴിയും. യാക്കോബിനോട് ദൈവം പറയുന്നു, എന്നെ വിട്. യാക്കോബ് എങ്ങനെ ദൈവത്തെ പിടിച്ചു നിർത്തിയെന്ന് ഹോശയ്യ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. യാക്കോബ് മസിൽ ഉപയോഗിച്ചല്ല, കണ്ണുനീരുപയോഗിച്ചാണ് പിടിച്ചു നിർത്തിയത് എന്ന് ഹോശയ്യ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. കണ്ണുനീരുപയോഗിച്ചാണ് പിടിച്ചു നിർത്തിയത്. നിനക്ക് ദൈവത്തെ പിടിച്ചു നിർത്താനുള്ള പവറുണ്ട്. എത്ര വലിയ ശക്തിയാ ദൈവം വിശ്വാസികൾക്ക് തന്നിട്ടുള്ളത്. എത്ര വലിയ അധികാരമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. എന്തിനാ ഈ മനുഷ്യൻ്റെ കാല് പിടിക്കുന്നേ? എന്തിനാ ഈ മുഖസ്തുതി പറഞ്ഞുകൊണ്ട് നടക്കുന്നേ? എന്തിനാ ഈ പൈസയുടെ പുറകെ പായുന്നേ? ദൈവത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്ന നിനക്ക് ലോകത്തിൽ ആരെയും പേടിക്കേണ്ട കാര്യമുണ്ടോ? ദൈവത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നവനാണ് പ്രാർത്ഥനാ മനുഷ്യൻ. ഇതാ ഈ ലെസൺ നമ്മെ പഠിപ്പിക്കുന്നത്, ഈ ഭാഗം ഉൽപ്പത്തി 18 നമ്മെ പഠിപ്പിക്കുന്ന 3-ാമത്തെ പാഠം, ബലഹീന മനുഷ്യന് സർവശക്തനെ പിടിച്ചു നിർത്താൻ കഴിയും. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു എങ്കിൽ
ദൈവത്തിന് അവനെ ഒഴിഞ്ഞു പോകാൻ പറ്റുകയില്ല. ഒരു മനുഷ്യൻ ഇടിവിൽ നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന് അവനെ ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. നാലാമത്തെ പാഠം ലെസൺ നമ്പർ 4. എഴുതുന്നവർക്ക് എഴുതാം. സർവജ്ഞാനിയുടെ തീരുമാനങ്ങളെ മാറ്റുവാൻ പ്രാർത്ഥന മനുഷ്യന് കഴിയും. സർവജ്ഞാനിയുടെ തീരുമാനങ്ങളെ മാറ്റുവാൻ പ്രാർത്ഥന മനുഷ്യന് കഴിയും. ഞാൻ അങ്ങനെ എഴുതാൻ കാരണം, സർവജ്ഞാനി എന്ന് പറഞ്ഞാൽ തെറ്റാത്ത തീരുമാനങ്ങൾ എടുക്കുന്നവനാ സർവജ്ഞാനി. നമ്മളൊന്നും സർവജ്ഞാനികളല്ല, നമ്മൾക്ക് ജ്ഞാനം തന്നെ കുറവാ, പിന്നെ അല്ലേ സർവജ്ഞാനം. എന്നാൽ ദൈവത്തിന് ആരംഭവും അവസാനവും എല്ലാം അറിയാവുന്നവനാ. ദൈവം ഒരു തീരുമാനം, ഡിസിഷൻ എടുത്തിട്ട് മാറ്റുമോ? പക്ഷെ മാറ്റി. സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റാൻ മനുഷ്യന് കഴിയും. ഏത് മനുഷ്യന്? പ്രാർത്ഥനാ മനുഷ്യന്. ദൈവം തീരുമാനങ്ങളെ മാറ്റിയിട്ടുണ്ട്. പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം തീരുമാനങ്ങളെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇതാ അബ്രഹാം ദൈവത്തെ സമീപിക്കുകയാണ്. 22-ാം വാക്യം നാം വായിച്ചു. 23-ാം വാക്യം ഇങ്ങനെയാണ്: അബ്രഹാം അടുത്തിരുന്നു. ദൈവസന്നിധിയിൽ നിൽക്കുന്നവന് മാത്രമേ അടുത്തിയെല്ലാം പറ്റുള്ളൂ. ക്ലോസ്. സുഹൃത്തിൻ്റെ ചെവിയിൽ ചെന്ന് പറയുന്നത് പോലെ അബ്രഹാം അടുത്തിരുന്നു. ദുഷ്ടനോട് കൂടെ നീ നീതിമാനെ സംഹരിക്കുമോ? പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. അബ്രഹാം ദൈവത്തോട് സംസാരിക്കുക. അബ്രഹാം ദൈവത്തോട് സംസാരിക്കുകയാണ്. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അബ്രഹാം പറയുമായിരുന്നു, പ്രസംഗിക്കുകയല്ലായിരുന്നു. അബ്രഹാം ദൈവത്തോട് പറയുമായിരുന്നു. പ്രാർത്ഥന ഒരു ഹൃദയത്തിൽ നിന്നുള്ള സംഭാഷണമാണ്. അതിന് ഭംഗിവാക്കുകളൊന്നും വേണ്ട. എന്നോടൊരു ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, പാസ്റ്ററേ, ഇന്ന സഹോദരൻ പ്രാർത്ഥിക്കുന്ന പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊരു കൃപ കിട്ടാൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്നാ അതിൻ്റെ പ്രത്യേകത? പുള്ളി നല്ല സാഹിത്യ ഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ ബ്രദറെ, സാഹിത്യ ഭാഷ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് മനസ്സിലാവുമോ? ദൈവം ഡിക്ഷണറി എടുക്കണ്ടേ? പിന്നെ നിങ്ങൾ അപ്പനോട് സംസാരിക്കുമ്പോൾ സാഹിത്യം ഉപയോഗിക്കുമോ? അമ്മയോട് സംസാരിക്കുമ്പം നിങ്ങൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? ദൈവത്തോട് സംസാരിക്കുന്നതാ പ്രാർത്ഥന. ഡയലോഗല്ല, ഭംഗിവാക്കുകൾ ഉപയോഗിക്കലല്ല. പ്രാർത്ഥനയുടെ അലങ്കാരമൊന്നും ദൈവത്തിന് ഇഷ്ടമേ അല്ല. ഹൃദയത്തിൽ നിന്നുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്. അബ്രഹാം പറയുമായിരുന്നു, പ്രസംഗിക്കലായിരുന്നു. ചിലർ ദൈവത്തോട് പ്രസംഗിക്കാറുണ്ട്, അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് അബ്രഹാം ചോദ്യം ചെയ്യുന്നത്. നിനക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ദൈവമേ. നിനക്കൊരിക്കലും നീ ദുഷ്ടന്റെ കൂടെ നീതിമാനെ കൂടെ കൊല്ലാൻ ഒക്കുകയില്ല. നിനക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ദൈവത്തിൻ്റെ സ്വഭാവത്തെ കയറി പിടിച്ചിരിക്കുക. ഇങ്ങനെയാണ് പ്രാർത്ഥന. അതിന് യഹോവ 26-ാം വാക്യം: ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ ഞാൻ ആ സ്ഥലത്തോട് ക്ഷമിക്കും. തീരുമാനം മാറ്റി. ആരാണത് മാറ്റിച്ചത്? ഒരു മനുഷ്യൻ. എങ്ങനെയാണത് മാറ്റിച്ചത്? മധ്യസ്ഥ പ്രാർത്ഥനയാൽ. എന്നാൽ എനിക്കതിൻ്റെ ഒരു മറുവശം കർത്താവ് കാണിച്ചു തന്നു. ദൈവം തീരുമാനം മാറ്റുകയൊന്നും അല്ല ഇവിടെ. സർവശക്തൻ്റെ സർവജ്ഞാനിയുടെ തീരുമാനം മാറ്റലൊന്നും അല്ല ഇവിടെ നടന്നിരിക്കുന്നത്. ആരെങ്കിലും ഒരുത്തൻ ഈ തീ ഇടരുതെന്നൊന്ന് പറഞ്ഞാൽ ഇടാതെ പോകാമല്ലോ എന്നോർത്താ ദൈവത്തിന് അവസരം കൊടുക്കുന്നത്. ആരെങ്കിലും ഒരുത്തൻ ഇടിവിൽ നിൽക്കാനുണ്ടെങ്കിൽ ദൈവത്തിന് ന്യായവിധി നീട്ടിവെക്കാൻ പറ്റും. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഇന്നലെ ഞാനത് ക്ലിയർ ചെയ്തതാ, ഇന്ന് പകൽ വീണ്ടും പറഞ്ഞതായതുകൊണ്ട് ഇനി പറയുന്നില്ല. ഞാൻ ദേശത്തെ നശിപ്പിക്കാനിരിക്കുക. എസെക്കിയേൽ 22:30. എന്നാൽ നശിപ്പിക്കാതിരിക്കാൻ
ആരെങ്കിലും ഒരുത്തൻ ഇടിവിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ നശിപ്പിക്കാതിരിക്കാം. കണ്ടോ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അയ്യോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേണോ? അതെ, നീ പ്രാർത്ഥിച്ചിട്ട് വേണം. ഒരു ഭക്തൻ എഴുതിയിരിക്കുന്നത്, പ്രാർത്ഥനയുടെ മറുപടി ആയിട്ടല്ലാതെ ദൈവം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. പ്രാർത്ഥനയുടെ മറുപടി ആയിട്ടല്ലാതെ ദൈവം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയുടെ മറുപടി അത്രേ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയുടെ മറുപടി അത്രേ. സ്തോത്രം. തീരുമാനങ്ങളെ മാറ്റിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇന്ന് രാത്രിയിൽ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയുടെ മൽപ്പിടുത്തത്തിലേക്ക് വളരണം. എപ്പഫ്രാസ് എന്ന മനുഷ്യനെ കുറിച്ച് പൗലോസ് പറയുന്നത്, നിങ്ങളിൽ ഒരുവനായ എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. എപ്പഫ്രാസ് ഒരു നല്ല ഗായകനാണെന്നോ നല്ല പ്രീച്ചറാണെന്നോ അല്ല പൗലോസ് പറയുന്നത്. എപ്പഫ്രാസ് ഒരു നല്ല പ്രാർത്ഥനാ മനുഷ്യനാണ്. എപ്പഫ്രാസ് ആരാണ്? കൊലോസ്യ സഭയുടെ പാസ്റ്ററാണ്. കൊലോസ്യ സഭ സ്ഥാപിച്ച ലോക്കൽ പാസ്റ്ററാണ്. പുതിയ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. പൗലോസ് ആരാണ്? സീനിയർ പാസ്റ്ററാണ്. പൗലോസിന്റെ ശിഷ്യനാണ് എപ്പഫ്രാസ്. കൊലോസ്യ സഭയുടെ വിശേഷങ്ങളൊക്കെ പൗലോസിനോട് പോയി പറഞ്ഞു. ഉടനെ പൗലോസ് കൊലോസ്യർക്ക് വേണ്ടി ഒരു കത്തെഴുതി. ആ കത്തിന്റെ ആരംഭത്തിൽ തന്നെ എപ്പഫ്രാസിന്റെ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് നിർത്തുമ്പം പറയുകയാണ്, നിങ്ങളുടെ പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു എന്ന് എനിക്കറിയാം. എന്താണ് അദ്ദേഹം പോരാടുന്ന വിഷയം? നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരുവാൻ. അതിനെന്ത് ചെയ്യണം? അതിന് ബൈബിൾ ക്ലാസ് എടുക്കണം? അല്ല, ബൈബിൾ ക്ലാസ് വേണം, പക്ഷെ പ്രാർത്ഥനയാണ് പ്രധാനം. എപ്പഫ്രാസ് അതിനു വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു. കണ്ടോ, പൗലോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനാ, എപ്പഫ്രാസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനാ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥന സമയം വർദ്ധിപ്പിക്കുക, പ്രാർത്ഥനയിലെ മൽപ്പിടുത്തം വർദ്ധിപ്പിക്കുക. അത് സംഭവിച്ചു കഴിഞ്ഞു. അതിനുള്ള ഒരു തീ ദൈവം നിങ്ങളുടെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞു. എന്നാൽ ഇതിനെ ഒന്നുകൂടെ കൺഫേം ചെയ്യുകയാണ് ഈ വചനങ്ങൾ. വചനത്താൽ ഉറപ്പിക്കപ്പെടുന്നതേ നിൽക്കുകയുള്ളൂ. നിങ്ങളെല്ലായ്പ്പോഴും ഇതിൽ നിന്ന് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് കുറഞ്ഞു പോവും. പ്രയർ ശുഷ്കമായി പോവും. എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അത് വരാതിരിക്കുവാൻ കൂടെ ഈ വക വചനധ്യാനം നമ്മെ ശക്തിപ്പെടുത്തും. സ്തോത്രം. അങ്ങനെ അബ്രഹാം ദൈവത്തിൻ്റെ തീരുമാനം മാറ്റി. 5ാമത്തെ ലെസൺ, അതായത് ഒടുവിലത്തെ ലെസൺ, വീണ്ടും 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 തീരുമാനങ്ങളെ മാറ്റിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥനക്കാരന് കഴിയും. ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇത് എന്തൊരു പരിപാടിയായി അബ്രഹാം ചെയ്യുന്നേ? ദൈവത്തോടെന്നെ കളി പറയുകയാണോ? ചുമ്മാ സമയം കളയാണോ ദൈവത്തിന് മുമ്പിൽ ഇരുന്നോണ്ട്? നോക്കൂ, വായിച്ചു നോക്കൂ. 26-ാം വാക്യത്തിൽ ദൈവം തമ്പുരാൻ പറഞ്ഞു, ഓക്കെ 50 പേരുണ്ട്, ഞാൻ ക്ഷമിച്ചേക്കാം. 27-ാം വാക്യം, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞല്ലോ. ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണത്. എന്നാന്ന് ഞാൻ 2 മിനിറ്റ് കഴിയുമ്പം പറയാം. പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയാം ഈ പൊടിയും വെണ്ണീറും എന്നൊക്കെ പറയുന്നത്? 50 ഇല്ലെന്നറിയാം. അതിൻ്റെ താഴത്തെ നമ്പരെ പിടിക്കാനാ. അതിനായി പൊടിയും വെണ്ണീറും എന്നൊക്കെ പറയുന്നത്. 50 നീതിമാന്മാരിൽ പക്ഷേ 5 പേർ, 5 കുറയ്ക്കുന്നുള്ളൂ, 45 പിടിക്കാനാണ് ഈ പൊടിയും വെണ്ണീറും പറഞ്ഞത്. ഓക്കെ, പോയെങ്കിലോ 5 പേർ കുറഞ്ഞത് കൊണ്ട് നീ ആ പട്ടണത്തെ നശിപ്പിക്കുക. അപ്പൊ ദൈവത്തോട് ബാർഗെയിൻ ചെയ്യുക. കർത്താവെ, ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്, ഇനി നീ നശിപ്പിക്കുകയാണ് 5 കുറഞ്ഞനാ നശിപ്പിച്ച, അത് മോശം.
ഇങ്ങനെ സംസാരിക്കാൻ ദൈവത്തോട് പറ്റുമെന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ആർക്ക്? പ്രാർത്ഥനാ മനുഷ്യന്, മധ്യസ്ഥ പ്രാർത്ഥനക്കാരന് ദൈവത്തോട് ഭയങ്കര അടുപ്പമാണ്. നോക്കൂ, സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുക, ബാർഗെയിൻ ചെയ്യുക. ദൈവം എന്നാ പറഞ്ഞേ? ഞാൻ ഒരു പ്രാവശ്യം തീരുമാനം മാറ്റി, ഇനി കൂടെ കൂടെ എന്നെ കൂടെ തീരുമാനം മാറ്റിക്കരുത്, എൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോണം, അങ്ങനെയൊന്നും പറയുന്നില്ല. അബ്രഹാം പറഞ്ഞു ഉടനെ 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കുകയില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു? യവൻ ഏതേലും ഒരു തുകയൊന്ന് പറയാൻ ദൈവം നിൽക്കുക. ഇവൻ പേടിച്ചാ പറയുന്നത്, പക്ഷെ ദൈവം ഒരു വഴക്കും പറയുന്നില്ല. മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ധൈര്യം വർദ്ധിപ്പിക്കുന്ന ഭാഗമായത്. നിങ്ങൾക്ക് ധൈര്യം വർദ്ധിപ്പിക്കുന്ന ഭാഗം. ദൈവം ചൂടാവുമെന്നാണ് ഈ പുള്ളിയുടെ വിചാരം. അതിനായി പൊടി വെണ്ണീർ എന്നൊക്കെ പറഞ്ഞ് ദൈവം ചൂടാകുന്നില്ല. സ്തോത്രം. ഇത് എത്ര മനോഹരമായ ദൈവവചനമാണ്. ഇതുപോലെ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാം. പക്ഷേ ആത്മാക്കളെ കുറിച്ച് ഭാരം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. നമുക്കിനി ആത്മാക്കളെ വേണ്ട, പിന്നെന്ത് ചെയ്യാം? നമ്മൾ ആത്മാക്കളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോളിൻ്റെ വലിപ്പം വെച്ചോണ്ടാണ്. ഞങ്ങളുടെ മുറിക്കകത്ത് ഇത്രയും പേര് കൂടാനേ ഉള്ളൂ ഞങ്ങൾക്ക് മുറി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മതി, ഞങ്ങൾക്കിനി ആരും വേണ്ട. ഞാൻ മദ്രാസിലൊരു യോഗത്തിന് പോവുക. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയാൽ ജനക്കൂട്ടം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ മേല. ഓക്കെ, യോഗസ്ഥലത്ത് ചെന്നപ്പോൾ 65 പേരുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്നാ ഇത്ര ആളുകൾ? ഇത്ര നമ്മുടെ ഇവിടെ കൊള്ളത്തുള്ളൂ പാസ്സേ. അതാണ്. അപ്പം നമുക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട. ഓക്കെ, എൻ്റെ പ്രസംഗം തർജ്ജമ ചെയ്യുന്നത് ഒരു ബാങ്ക് മാനേജരാണ്. അവിടുത്തെ ഭാഷയിലോട്ട് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുക. സോറി, മദ്രാസ് അല്ല, ഹൈദരാബാദിലാണ്. ബുധൻ, വ്യാഴം, വെള്ളി, ശനിയാഴ്ച വരെ യോഗം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ നാളെ വൈകിട്ട് യോഗം ഇല്ലല്ലോ. ഇല്ല. പാസ്റ്റർ ടിക്കറ്റ് എപ്പോഴാണ്? തിങ്കളാഴ്ചയാണ്. ഞായറാഴ്ച വൈകിട്ട് ഫ്രീ അല്ലേ? അതെ. എൻ്റെ പെങ്ങളൊരു ചെറിയ പ്രയർ ഫെലോഷിപ്പ് നടത്തുന്നുണ്ട്, ചെറുതാ, വൈകിട്ടൊന്ന് വരാമോ? ഞാൻ പറഞ്ഞു, വരുന്നതില്ല, കുഴപ്പം, ആരോഗ്യമുണ്ടേ വരാം. അപ്പം ഞാൻ പിന്നെ ഒന്ന് മാറ്റി നിർത്തി ചോദിച്ചു, പെങ്ങളെ നടത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. പെങ്ങളാണോ പാസ്റ്റർ? അയ്യോ അല്ല, ഈ വല്ലൊരു ഈ പ്രാർത്ഥനയിൽ വന്ന് സ്നാനപ്പെടുന്നവരെ ആരാ സ്നാനപ്പെടുന്നത്? അത് ഞാനാ ചെയ്യുന്നത്. ഇതെങ്ങനെയത്? അതൊക്കെ വരുമ്പോൾ പറയാം. അപ്പം ഞാൻ എന്നെ യോഗത്തിന് വിളിച്ച സ്ഥലത്ത് ഈ കാര്യം പറഞ്ഞു. ഓ അതൊക്കെ ചുമ്മാതെയാ. ഞാൻ പറഞ്ഞു, എന്നാലും ഒന്ന് കാണാമല്ലോ, പോണേന് കുഴപ്പമുണ്ടോ? അവന് മനസ്സില്ലാ മനസ്സോടെ എന്നെ അനുവദിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പോയി. ചെറിയ യോഗമല്ലേ, ഇവിടുത്തെ വലിയ യോഗത്തിൽ 65 ഉണ്ട് കേട്ടോ. 65 എന്ന് പറഞ്ഞാൽ മാക്സിമം 100 ഉണ്ടെന്ന് കൂട്ട്. മറ്റേത് ചെറുതാണെങ്കിൽ എത്ര പേര് കാണും? 25 പേര് അല്ലേ. പോവുക ഞങ്ങൾ. കുറേ അങ്ങോട്ട് ചെന്ന് ഒരു ഗ്രാമത്തിലേക്ക് വണ്ടി ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ കാറാണ്, പാർക്കിങ്ങിന് സ്ഥലമില്ല. അവിടെ ചെല്ലുമ്പോൾ ആളുകൾ പറയും, ഇവിടെ എങ്ങും പാർക്ക് ചെയ്യാൻ പറ്റിയല്ല. നീ ഞാൻ ചോദിച്ചു, ഇവിടെ എന്നാ വല്ല മരണമുണ്ടോ കല്യാണമുണ്ടോ? ഒന്നുമില്ല, ഇതായി ചെറിയ യോഗം, ഇതായി ചെറിയ യോഗം. അങ്ങോട്ടൊക്കെ കയറാൻ പോലും പറ്റാത്തവണ്ണം ജനമാണ്. ഇതെങ്ങനെ ഉണ്ടായി? ഇതൊരു സഹോദരിയുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഇതാ സഹോദരി ആരാ? ആ ദേശത്ത് സുവിശേഷം അറിയിക്കാൻ പോയ പഴയ ഒരു പാസ്റ്ററുടെ മോളാ. പട്ടിണി കണ്ട് മടുത്തിട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് ഈ സ്ത്രീ പോയി. എനിക്കിങ്ങനത്തെ ദൈവത്തെ വേണ്ട, ഇങ്ങനെ പട്ടിണിക്കിടുന്ന ഒരു ദൈവത്തിൻ്റെ വേല എന്തിനു ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പനോടും പിണങ്ങി, ദൈവത്തോടും പിണങ്ങി, ബൈബിൾ കിട്ടച്ച് വീട്ടിൽ നിന്ന് പോയതാ. ആ സഹോദരിയെ ദൈവം തമ്പുരാൻ മടക്കി കൊണ്ടുവന്നു. അപ്പോഴേക്ക് അപ്പനൊക്കെ മരിച്ചുപോയി. മടക്കി കൊണ്ടുവന്ന് ഒരു പ്രാർത്ഥനാ വനിതയാക്കി മാറ്റി. അവരാ ദേശത്തിരുന്ന് പ്രാർത്ഥിച്ചുണ്ടായ ചലനമാണ് ആ കാണുന്നത്. ചലനം. കുടുംബങ്ങളെയൊക്കെ ദൈവം തൊടുക, വ്യക്തികളെയൊക്കെ ദൈവം തൊടുക. രോഗസൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി ജനം വരിക. ഇവർ പ്രാർത്ഥിക്കുന്ന രോഗികൾ സൗഖ്യമാവുന്നു.
ആരെങ്കിലും സുവിശേഷകന്മാരെ വിളിച്ച് സ്നാനം നടത്തുന്നു. ജനം വന്ന് ഇടിച്ച് കയറിയിരിക്കുക. ചെറിയ യോഗവും വലിയ യോഗവും ഞാൻ അവിടെ വെച്ച് കണ്ടു. എന്താ വ്യത്യാസം? പ്രാർത്ഥനയാണ് വ്യത്യാസം. എന്താ വ്യത്യാസം? പ്രാർത്ഥനയാണ് വ്യത്യാസം. നോട്ടീസിൻ്റെ എണ്ണമല്ല ജനത്തെ സ്പർശിക്കുന്നത്, പ്രാർത്ഥനയാണ് ജനത്തെ സ്പർശിക്കുന്നത്. പ്രോഗ്രാം ഷീറ്റ് ഭംഗിയായിട്ട് അടിക്കുന്നതിലല്ല ദൈവിക ഇടപെടൽ, പ്രാർത്ഥനയാണ് ദൈവിക ഇടപെടൽ. സ്തോത്രം. നമുക്ക് ജനത്തെ നേടണമെന്ന് ആഗ്രഹമുണ്ടോ? യേശു കർത്താവ് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം പല കോൺഫറൻസുകളിൽ പങ്കെടുക്കുകയായിരുന്നു. ജൂലൈ മാസം മുഴുവനും 4 കോൺഫറൻസിൽ പങ്കെടുത്തു. 4 വിഷയം കർത്താവിന് മടങ്ങി വരുമായിരുന്നു. വലിയ ആൾക്കൂട്ടം, 5000-4000 പേരുള്ള യോഗം. എല്ലായിടത്തെയും വിഷയം കർത്താവിന് മടങ്ങി വരുക. കർത്താവിന് മടങ്ങി വരുവിനെ കുറിച്ച് പ്രസംഗിക്കാനാണ് പലരുടെ കൂട്ടത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ എല്ലായിടത്തും പറഞ്ഞു, കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കാനായിട്ട് എന്താ പ്രസംഗിക്കേണ്ടത്? 1, കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ. 2, കർത്താവിൻ്റെ വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. 3, അനന്തര സംഭവങ്ങൾ. 4, സ്വർഗത്തിൻ്റെ നീളം വീതി. 5, അവിടുത്തെ സുഖസൗകര്യങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പഠിച്ച് ഞാൻ ആവേശം കയറി ഞാൻ പുസ്തകങ്ങളെല്ലാം വായിച്ച് പോയപ്പോൾ എനിക്ക് സ്വർഗത്തിൽ ചെന്നാൽ 1.5 ഏക്കർ സ്ഥലം കിട്ടും എന്ന് ഞാൻ കണ്ടു. ഞാനങ്ങ് തുള്ളിച്ചാടി. അത് കഴിഞ്ഞ് വേറൊരു പുസ്തകം വായിച്ചപ്പോൾ അത് 1.25 ഉള്ളൂ. അന്നേരം ഉണ്ടായ വിഷമം സഹിക്കാൻ പറ്റുകയില്ല. കാരണം 25 സെന്റ് സ്ഥലം സ്വർഗത്തിൽ പോകുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അങ്ങനെ ഞാൻ ഭാരപ്പെട്ടിരുന്നപ്പോൾ കർത്താവിനോട് ചോദിച്ചു, നീ ചെന്നിട്ട് വേണ്ടേ അവിടെ? അത് പിന്നെ എനിക്ക് ആ ഭാരം അങ്ങ് മാറിക്കിട്ടി. അപ്പൊ ഈ വിഷയമാണോ പ്രസംഗിക്കേണ്ടത്? എന്റെ ചോദ്യമാ. ഇതാ അവിടുത്തെ തറയിൽ എന്നതാ ഇട്ടിരിക്കുന്നത്, അവിടുത്തെ തൂണയിൽ എന്നതാ കെട്ടിയിരിക്കുന്നത്. ഇതൊക്കെ എന്തിനു പറയണം? നീ പോകുമോ അവിടെ? എന്റെ ഇവിടുത്തെ പ്രശ്നം എന്നറിയോ? നമ്മൾ ഇത് പലതും വിട്ടെന്ന് പറയുന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഭൗതികമാണ്. സ്വർഗവും നമ്മൾ ഭൗതികമായിട്ടാണ് കാണുന്നത്. ഇവിടെ തങ്കത്തെരിവുണ്ടെന്നാ പറയുന്നത്. തങ്കത്തെരിവുണ്ടെന്നാ പ്രയോജനമുള്ളത്? എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക. തങ്കത്തെരുവിൽ കൂടെ നടന്നാൽ പ്രത്യേകിച്ച് കാലിന് വല്ല ഗുണമുണ്ടോ? അതിനെ ഇവിടെ വെച്ച് ഇടാൻ ഒത്തില്ലല്ലോ. അപ്പൊ അവിടെ വെച്ച് നടക്കാമെന്നായി പറയുന്നത്. കാനാച്ചൻ അതിന് പറഞ്ഞൊരു മറുപടി ഞാൻ പറയാം. അതിനല്ല, വേറൊരു വിഷയം. നീ പോകുന്ന സ്വർഗത്തിൽ യേശു ഇല്ലെന്ന് പറഞ്ഞാലോ? ഞാൻ അങ്ങോട്ട് പോരുന്നില്ലെന്ന് പറയും എന്ന് അച്ഛൻ പറഞ്ഞു. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശു അല്ലേ? അല്ലാതെ അവിടുത്തെ സ്വർണ്ണാണോ? അവിടുത്തെ മാർബിളാണോ? സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശുവാ. നരകത്തെ നരകമാക്കുന്നത് യേശുവിന്റെ അസാന്നിധ്യമാ. ഹല്ലേലൂയ. തെറ്റായിട്ട് വ്യാഖ്യാനിക്കാതിരിക്കാമെങ്കിൽ ഞാനൊരു മറുവശം പറയാം. അവിടെ ചെല്ലുമ്പോൾ പറയാം യേശു നരകത്തിലാത് പറഞ്ഞാൽ അങ്ങോട്ട് പോയേക്കാം. അങ്ങോട്ട് പോയേക്കാം. യേശു ഉള്ള സ്ഥലം സ്വർഗമാ. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. യേശു ആ സ്വർഗം. അത് റിയലായിട്ട് ഇപ്പൊ ഇവിടെ വെച്ച് യേശുവിനോട് കൂടെ നടക്കുന്നവർക്ക് അത് അറിയാം. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ പറയും, ഇവിടെ ഇരിക്കുന്നത് നല്ലത്, ഇവിടെ ഇരിക്കുന്നത് നല്ലത്. അതെന്താ കാര്യം? അത് സ്വർഗ തുല്യമാ. യേശുവിന്റെ സാന്നിധ്യത്തെക്കാൾ വലുത് ഒന്നുമില്ല. സ്തോത്രം. അപ്പൊ പിന്നെ എന്നാ കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ടത്? ഒറ്റ കാര്യം പ്രസംഗിക്കാനുള്ളൂ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് അതിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാനും നിശ്ചയിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ കർത്താവ് വരാൻ വൈകുന്നത് എന്തുകൊണ്ട്? ചിലരും കൂടെ രക്ഷിക്കപ്പെടണമെന്ന് ഓർത്തിട്ട്. കർത്താവ് വരാൻ താമസിക്കുന്നത് എന്തുകൊണ്ട്? ഇനി അനേകർ രക്ഷിക്കപ്പെടാനുണ്ട്. സ്തോത്രം. ഞാൻ ലോകത്തിൽ പല രാജ്യങ്ങളിൽ പറഞ്ഞൊരു സംഭവം ഇവിടുത്തെ സംഭവമാണ്. അതിവിടെ ഒന്ന് പറയാം. ഞാനിവിടെ ഒരു ബൈബിൾ ക്ലാസ് എടുക്കുക. വിൽസൺ ജോസഫ് പാസ്റ്റർ സംഘടിപ്പിച്ച മീറ്റിംഗാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി സംശയം എഴുതി തന്നു. ആ സംശയം ഇപ്പോഴും ഈ പുസ്തകത്തിനകത്ത് ഇരിപ്പുണ്ട്. സംശയം ഇതാണ്: ഞാൻ പുതിയതായിട്ട് വിശ്വാസി വന്നൊരു സ്ത്രീയാണ്. ഞാൻ ഈ യോഗത്തിന് വന്നിരുന്ന എല്ലാവരുടെയും കൂടെ പാട്ടൊക്കെ പാടും, കൈയൊക്കെ കൊട്ടും. യോഗം കഴിയുമ്പോൾ ഇവിടെ ഒരു വർത്തമാനമുണ്ട്. ഒരു കാര്യം പറയും, ആമേൻ കർത്താവേ വേഗം വരണമേ. ഞാൻ അവിടെ നിന്നുകൊണ്ട് പതുക്കെ പറയും, കർത്താവേ വേഗം വരരുതേ. ഞാനിങ്ങനെ പറയുന്നത് തെറ്റോ ശരിയോ? ആ സഹോദരി ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല.
തെറ്റോ ശരിയോ, പേര് ഞാൻ പറയുന്നില്ല, സഹോദരിയുടെ പേര് പറയുന്നില്ല. ഞാനും കൺഫ്യൂസ്ഡായി. കാരണം ഞാനും ഇത് പറയിപ്പിക്കുന്ന ആളാ. മറുപടി എങ്ങനെ പറയും? ഞാൻ പറഞ്ഞു, ഈ ചോദ്യം എഴുതിയ ആളെ നേരിട്ട് കാണണം, മറുപടി പിന്നെ പറയാമെന്ന് പറഞ്ഞു. നേരിട്ട് കണ്ട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് സത്യമാട്ടോ. ഞാൻ ചോദിച്ചു, എന്നാ നിങ്ങളങ്ങനെ പറയാൻ കാര്യം? എൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ പപ്പ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ മമ്മി രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ അനിയന്മാർ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഞാൻ മാത്രമേ ഈ സത്യം അറിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ അളിയന്മാരും പെങ്ങന്മാരും എല്ലാം വന്നു, നിങ്ങളത് കാരണം വേഗം വരണേന്ന് പറയുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് തെറ്റാണോ എന്നാ സഹോദരിയുടെ ചോദ്യം. നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ ഉത്തരം കൊടുക്കണം. ഞാൻ കുഴഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു സഹോദരി അങ്ങനെ പറഞ്ഞോളാൻ പറഞ്ഞു. ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. പിന്നെ ബൈബിൾ നോക്കിയപ്പോൾ വേഗമൊന്നില്ല, അത് നമ്മൾ ചേർത്തതാ. ഉണ്ടോ മാത്തൂടി പാസ്റ്ററേ? ഇല്ല, വേഗമൊന്നില്ല. ഇതാ ഞാൻ വേഗം വരുന്നു. അത് കർത്താവിൻ്റെ കാര്യമാണ്. സഭ പറയുന്നത് തന്നെ ആമേൻ കർത്താവേ വരണമേ. നമ്മുടെ ഈ ആർത്തി കാരണമാണ് നമ്മൾ ഈ വേഗം ഒന്നാക്കിയത്. ഇനി മറുവശം പറയാം, മറുവശം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വേഗം വരണേന്ന് കഴിഞ്ഞ ഞായറാഴ്ചയും പറഞ്ഞല്ലോ, വെള്ളിയാഴ്ചയും പറഞ്ഞല്ലോ, വരികയിലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ. ആ നല്ല ഉറപ്പുള്ളതുകൊണ്ടാ ഈ അടിച്ചു വിടുന്നേ. സ്തോത്രം. കാരണം ഇതുവരെ പറഞ്ഞിട്ട് വന്നില്ലല്ലോ. സ്തോത്രം. കഷ്ടം. മൽപ്രിയനെ, എന്നേശ നായകനെ, എപ്പോൾ വരൂ? ഈ ഒറ്റ ചോദ്യമേ ഉള്ളൂ. കാരണം എന്നാ, ഞങ്ങളെല്ലാം റെഡിയാ. എപ്പോൾ വരൂ? എപ്പോൾ വരും? ഉത്തരം, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടേണ്ടതിന് അവൻ ദീർഘക്ഷമ കാണിക്കുക. എന്താ വരാത്തേ? കഴിഞ്ഞ വർഷം വന്നെങ്കിൽ നിങ്ങളിൽ പലരും ഇവിടെ ഇല്ല. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച ഒരു കൈ ഉയർത്തിക്കേ. അനേക കൈകൾ ഉയർത്തി പിടിച്ചിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം വന്നാൽ ഇവരുടെ കാര്യം എന്താവും? അല്ല, അവരുടെ കാര്യമൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞാൻ മറ്റൊരു ഉദാഹരണം പറയുക, ചിരിക്കാനല്ല ചിന്തിക്കാൻ. MC റോഡിൽ കൂത്താട്ടുകുളത്തുനിന്ന് ബസ്സേ കയറുക. കുറേ നേരം നിന്നിട്ട് ഒറ്റ ബസ് നിർത്തിയില്ല. തിരുവല്ലയ്ക്ക് പോകാനാ. ഒടുവിലൊരു ബസ് നിർത്തി. അയാൾ നല്ലൊരു മനുഷ്യനാ, ഡ്രൈവർ. നിർത്തി, കയറി. സീറ്റൊന്നുമില്ല, കമ്പിയെ പിടിച്ച് നിൽക്കുക. പുള്ളി അടുത്ത സ്റ്റോപ്പിൽ നിർത്തി. ഉടനെ ഞാൻ അടുത്ത ആളോട് ചോദിക്കുക, ഇതെന്നാ സൂപ്പർ ഫാസ്റ്റാ, ഇതിങ്ങനെ കാണുന്നിടത്ത് മുഴുവൻ നിർത്തുകയാണോ? അപ്പം മറ്റേ ആൾ എന്നോട് ചോദിക്കുക, അങ്ങനെ നിർത്തിയില്ലേ താൻ കയറുമോ? അപ്പം നമ്മൾ കയറിയാൽ പിന്നെ ഡബിൾ ബെല്ല് അടിച്ചോളുക. വിട്ടോ ഇനി ഒറ്റ എണ്ണത്തിന് കയറ്റണ്ടെന്നാ പറയും. കഷ്ടമാകട്ടോ. നീ എങ്ങനെ കയറിയത്? അങ്ങേര് മനസ്സലിയുള്ള ഡ്രൈവർ ആയതുകൊണ്ടല്ലേ നിന്നെ കയറ്റിയത്, അല്ല നിന്റെ കുടുംബഗുണം കൊണ്ടോ നിന്റെ വിശുദ്ധി കൊണ്ടോ വല്ലതും ആണോ? മഹാ കരുണ തോന്നി നിന്നെ ഈ വണ്ടിയെ കയറ്റിയതല്ലേ. അങ്ങേര് ഇടയ്ക്കിടയ്ക്ക് നിർത്തി ആളെ കയറ്റട്ടെ, ക്ഷമയോടെ ഇരിക്കുക. അല്ലെ എനിക്ക് ഇച്ചിരി സ്പീഡിൽ പോണം, എന്നാ വേറെ വണ്ടി പിടിച്ചോ. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഈ മധ്യസ്ഥ പ്രാർത്ഥന? എന്തിനാ? ആത്മാക്കൾ വേണേ മതിയല്ലോ. എത്ര ആത്മാക്കൾ വേണം? ഒരു 50 പേരെ കിട്ടിയാൽ നല്ലതാ. നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ചുള്ള ഒരു ഭാരം ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരുന്ന ദിനങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇത്. നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ചൊരു ഭാരം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തരുന്നതാണ് ഈ പ്രെയർ കോൺഫറൻസ്. സ്തോത്രം. എവിടെയെല്ലാം സഞ്ചരിക്കാമോ അവിടെയെല്ലാം പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കണം എന്നൊരാഗ്രഹമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇവിടെ വന്നത്. എനിക്ക് വരാൻ പറ്റിയൊരു സമയമല്ലായിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബന്ധപ്പെട്ട് വന്നത്. പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്യാവുന്നതിൽ ഏറ്റവും ശക്തി കൂടിയ കാര്യം പ്രാർത്ഥനയാണ്. അബ്രഹാം ദൈവത്തോട് 45 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 40 പറഞ്ഞു 29-ാം വാക്യത്തിൽ. പക്ഷെ 40 പേരെ കണ്ടാലോ? ദൈവം പറഞ്ഞു ഓക്കെ 40. ഇനിയൊന്ന് ശ്രദ്ധിച്ചേ 30-ാം വാക്യം.
ഞാൻ പിന്നെയും സംസാരിക്കുന്നു, കർത്താവ് കോപിക്കരുത്, പക്ഷേ 30 പേരെ കണ്ടാലോ. ഇപ്പം എത്ര കുറച്ചെന്ന് മനസ്സിലായോ? ആദ്യം പുള്ളി പൊടി വെണ്ണീറെന്ന് പറഞ്ഞ് 5 കുറച്ചു. ഇപ്പം എത്രയാണ് കുറച്ചേ? 10. എന്താ അതിൻ്റെ കാര്യം? ധൈര്യം വർദ്ധിച്ചു. പ്രാർത്ഥിക്കുന്നവന് ധൈര്യം വർദ്ധിക്കും. ദൈവത്തോടുള്ള ബന്ധത്തിൽ അവന് നല്ല റിലേഷനായി. ഇപ്പോൾ അവൻ നേരെ 10 താത്തി, വീണ്ടും ഒരു 10 കൂടെ താത്തി, അത് കഴിഞ്ഞ് അവൻ നിർത്തി. അവിടെ എഴുതിയിരിക്കുന്നത് നല്ല ശരി തർജിമയിൽ അബ്രഹാം സംസാരിക്കുന്നത് നിർത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കൂ, നമുക്കെന്താ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത്? നാം ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാമെങ്കിൽ ദൈവം ദേശത്തെ സന്ദർശിക്കും. എങ്ങനെയൊന്നും ചോദിക്കരുത്. എങ്ങനെയാ പാസ്റ്ററെ ചോദിക്കരുത്. ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാം. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. ഈ താഴ്വരയിൽ അനേകം കുഴികളെ വെട്ടുകയും കുഴി വെള്ളം കൊണ്ട് നിറയും. ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ ആരുടെയും സഹായം വേണ്ട. ദൈവത്തിനൊരു ദർശനം കൊടുക്കാൻ ആരുടെയും സഹായം വേണ്ട. ദൈവത്തിന് ആരോട് ഇടപെടാം, ദൈവത്തിന് ഏത് വ്യക്തിയോട് ഇടപെടാം, ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാം, ആരെയും തൊടാം. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, UAE-യിലുള്ള ദൈവജനത്തെ ദൈവം പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നു. UAE-യിലുള്ള ദൈവജനത്തെ ദൈവം പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നു. ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാമെങ്കിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. കുടുംബങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ കുടുംബങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം എഴുന്നേറ്റാൽ രാജ്യത്തിൻ്റെ അവസ്ഥ മാറും. കൊറിയയിൽ എന്ത് സംഭവിച്ചു? കൊറിയയിൽ എന്ത് സംഭവിച്ചു? പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം എഴുന്നേറ്റു. പ്രാർത്ഥനയാൽ ആ രാജ്യത്തിന്റെ മുഖച്ഛായ മാറി. എസ്തേറിന്റെയും മൊർദെഖായിയുടെയും കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? പ്രാർത്ഥനയാൽ രാജാവിന്റെ ഉറക്കം കെടുത്തി. ആ രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. പാവപ്പെട്ടവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ രാജകൊട്ടാരത്തിൽ രാജാവിന്റെ ഉറക്കം തടഞ്ഞു. അയാൾ പുസ്തകം മറിച്ചു നോക്കി. പ്രാർത്ഥന കാര്യങ്ങളെ മാറ്റുന്ന കണ്ടോ? നിനക്ക് കയറി ചെല്ലാൻ മേലാത്ത ഓഫീസിൽ ദൈവം തന്നെ ദൂതനെ അയക്കും. നിനക്ക് പോയി തൊടാൻ മേലാത്ത സ്ഥലങ്ങളിൽ ദൈവം സ്വപ്നത്തിൽ ഇടപെടും. ഞാൻ മുട്ടിയാൽ തുറക്കാത്ത വാതിൽ ദൈവം തനിയെ തുറക്കും. പ്രാർത്ഥനയാൽ കാര്യങ്ങൾ മാറുന്നത് കണ്ടോ? ദാനിയേലിന്റെ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കരുതെന്നൊരു കൽപ്പന ഇറങ്ങി. പ്രാർത്ഥിക്കരുതെന്ന് ആ കൽപ്പന കണ്ടപ്പോൾ ദാനിയേൽ ചിരിച്ചു. പ്രാർത്ഥിക്കരുതെന്ന് പറയാൻ ആർക്കാ അധികാരം? പ്രസംഗിക്കരുതെന്ന് വേണേ പറഞ്ഞു, പ്രാർത്ഥിക്കരുതെന്ന് പറയാൻ ആർക്കാ അധികാരം? ദാനിയേലിന്റെ മേശപ്പുറത്ത് ഒരു കത്ത് വന്ന് കിടക്കുക, ഗവൺമെന്റ് ഓർഡർ, അടുത്ത 30 ദിവസത്തേക്ക് പ്രാർത്ഥിക്കരുതെന്ന്. ദാനിയേൽ പുച്ഛഭാവത്തിലെടുത്തത്. പുള്ളി വീട്ടിൽ ചെന്ന് കഥക് തുറന്നിട്ട് പ്രാർത്ഥിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഇത് കണ്ടോട്ടെന്ന്. എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ദാനിയേൽ ഒരു സ്പെഷ്യൽ പ്രയർ ഒന്നും ചെയ്തില്ല, സാധാരണ പ്രയറേ ചെയ്തുള്ളൂ. മുമ്പ് ചെയ്തു വന്ന പോലെ 3 നേരം. അതെന്താ? ഇതിനു വേണ്ടിയൊന്നും അങ്ങനെ സ്പെഷ്യൽ പ്രാർത്ഥനയുടെ ആവശ്യമില്ലെന്നേ. പുള്ളിക്ക് നല്ല കോൺഫിഡൻസാ. അതിനൊരു അത്ഭുത രഹസ്യം എൻ്റെ പുറകിലുണ്ട്. പ്രാർത്ഥനാ ജീവിതം കൃത്യതയോടുകൂടെ കൊണ്ടുപോകുന്ന ഒരാളായതുകൊണ്ടാണ് ആ സമയത്ത് സ്പെഷ്യൽ പ്രയർ ഒന്നും പ്രഖ്യാപിക്കാഞ്ഞത്. കൃത്യമായ പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അവസരം വരുമ്പോൾ വല്ലാതെ പേടിച്ചു പോകും. സ്ഥിരമായ പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യനായിരുന്നു ദാനിയേൽ. ഞാൻ ചോദിക്കുന്നു, ദാനിയേലിനേക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ദാനിയേലിനേക്കാൾ വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ദാനിയേലിനേക്കാൾ പ്രായമുള്ളവരും ഇവിടെ വന്നിട്ടുണ്ടോ? ഈ ദാനിയേലാണ് 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്. ഇന്ന് രാത്രിയിൽ നമ്മളിവിടെ മെസ്സേജ് നിർത്തുക. മെസ്സേജ് തീർന്നു. അബ്രഹാം ദൈവത്തിൻ്റെ തീരുമാനത്തെ വീണ്ടും മാറ്റി. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾക്ക് ദേശത്തെ സ്വാധീനമുണ്ടാകും. സ്തോത്രം. ഞങ്ങൾ 1 വർഷം മുമ്പ് പിറവത്തൊരു സിനിമാ തിയേറ്റർ വാടകയ്ക്ക് എടുത്തു. സിനിമാ തിയേറ്ററിൻ്റെ ഭിത്തിയുടെ പൊക്കം ഇതിൻ്റെ 3 ഇരട്ടി വരും. അത്രയും പൊക്കമുള്ള ഒരു ഇന്ത്യയുടെ പടം ഞങ്ങൾ വരച്ചു.
അത്രയും വലിയൊരു പടം എവിടെയും ഞാൻ കണ്ടിട്ടില്ല. വരച്ചിട്ട് ഞങ്ങളുടെ ആ ഭാഗത്തുള്ള മുഴുവൻ വിശ്വാസികളും കൂടി ഈ ഓരോ സംസ്ഥാനത്തെയും തൊട്ടു പ്രാർത്ഥിച്ചു. എനിക്ക് അത്രയൊന്നും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിട്ടല്ല ഇത് ചെയ്തത്, കർത്താവ് പറഞ്ഞതുകൊണ്ടങ്ങ് ചെയ്തു. പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ബോധം ആളുകൾക്കുണ്ടായി. ഒരിക്കലും പ്രാർത്ഥിക്കാത്ത ആളുകളും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബീഹാറിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒറീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പഞ്ചാബിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഛത്തീസ്ഗഡിന് വേണ്ടി പ്രാർത്ഥിച്ചു, ജാർഖണ്ഡിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഡൽഹിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കാശ്മീരിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഭോപ്പാലിന് വേണ്ടി പ്രാർത്ഥിച്ചു, MP വേണ്ടി പ്രാർത്ഥിച്ചു, ആന്ധ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തമിഴ്നാടിന് വേണ്ടി പ്രാർത്ഥിച്ചു, ത്രിപുരയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മിസോറാമിന് വേണ്ടി പ്രാർത്ഥിച്ചു, മണിപ്പാലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഇന്ത്യ മുഴുവനും നടക്കാൻ തുടങ്ങി. ഏതെല്ലാം സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ അവിടേക്കെല്ലാം ഇപ്പോൾ കൊച്ചു പിറവത്ത് നിന്ന് മിഷണറിമാർ പോയി തുടങ്ങി. നീ ഇന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നാളെ നിന്നെ ദൈവമായേക്കും. നിങ്ങൾക്കറിയാമോ, പിറവത്ത് ഞങ്ങളുടെ സഭ ചെറുതാണ്. ആ സഭയിൽ നിന്ന് 5 കൺവെൻഷൻ ഈ കൊല്ലം ബീഹാറിൽ നടത്തി. അതെന്താ അതിൻ്റെ കാര്യം? ഒരു കണക്ക് ഞാൻ പറയാം. കേരളത്തിൽ നമ്മൾ നടത്തുന്ന കൺവെൻഷൻ, ഏറ്റവും ചെറിയ കൺവെൻഷനും 50,000 രൂപ ചിലവുണ്ട്. ഒരുവിധം നല്ല കൺവെൻഷന് 2 ലക്ഷം രൂപ ചിലവുണ്ട്. പങ്കെടുക്കുന്ന ആരാന്നറിയാമോ? 99% വിശ്വാസികൾ, അല്ല 100%. 99 എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം 100%. എങ്ങനെ മനസ്സിലായി? ഞാൻ യോഗസ്ഥലത്തിരിക്കുമ്പോൾ, പ്രസംഗിക്കാൻ എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ, പ്രസംഗ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ 3 കർത്തൃദാസന്മാർ പ്രാർത്ഥിക്കുമല്ലോ. അവർ പ്രാർത്ഥിക്കുന്ന ഇതാണ്: ഇന്ന് രാത്രി പാപികൾ മാനസാന്തരപ്പെടണം. അപ്പം ഞാൻ അടുത്തിരിക്കുന്ന ആളെ തോണ്ടി വെച്ച് ചോദിക്കും, പാപികൾ വന്നിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഇത് പ്രാർത്ഥിക്കുന്നത്? കപടതയല്ലേ ഇത്? പാപികൾ വരാൻ നിങ്ങൾ വല്ലതും ചെയ്തോ? ഇല്ല. നിങ്ങൾ എന്നാ ചെയ്തു? ഞങ്ങൾ നോട്ടീസ് അടിച്ച് സഭയെ കൊടുത്തു. എന്നാ നോട്ടീസ് അടിച്ചിരിക്കുന്നത്? വരുവീൻ സംബന്ധിപ്പി. കർത്താവ് പറഞ്ഞു എന്നാ? പോകുവീനെന്നാ. പോകാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വരുവീനെന്ന് അടിക്കുക. ആരും വരുന്നില്ല, ഒറ്റ മനുഷ്യൻ വരുന്നില്ല. അപ്പോൾ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തോ? വിശ്വാസികളുടെ സംഗമം. വെളിയിൽ നിന്നാരും വരാത്തതിൽ ആർക്കും ഒരു സങ്കടവും ഇല്ല. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. ആരും വരുന്നില്ല. സന്ധ്യയായി ഉഷസ്സുമായി 2 ലക്ഷം രൂപ കത്തിപ്പോയി. ഒറ്റ മനുഷ്യൻ വന്നില്ല. എന്നിട്ട് പ്രാർത്ഥിക്കുക, ഇന്ന് രാത്രി പാപികൾ രക്ഷിക്കപ്പെടണം. എവിടെ പാപി? ഇതിനകത്തുള്ള പാപിയാ, അതേതായാലും രക്ഷിക്കപ്പെടുകയല്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. ഈ യോഗങ്ങളിലെ പ്രസംഗിക്കാൻ പോക്ക് നിർത്തണം, ഡേറ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. പയ്യാവൂര് ഒരു യോഗത്തിന് പോയി. പയ്യാവൂരിൽ നിന്ന് വല്ലവരും വന്നിട്ടുണ്ടോ? പയ്യാവൂര് പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ പറയുക, ഭൂമി ഉണ്ടായിട്ട് ആദ്യത്തെ പരിപാടിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കേട്ടായിരുന്നോ? ഭൂമി ഉണ്ടായിട്ട് ആദ്യം ഇവിടെ സുചേഷയോഗം നടത്തി. അന്നേരം നമ്മൾ 300ാമത്തെ സുചേഷയോഗം ഒരു കവല നടത്തിയിട്ട് പറയുക, ഇത് 300ാമത്തെ യോഗാന്ന് നോട്ടീസിൽ എഴുതിയിരിക്കുക. നാണയില്ലല്ലോ. അപ്പോഴാണ് ഞാൻ ബീഹാറിലെ എബി സാറിനോട് ചോദിച്ചു, സാറേ, ഒരിക്കൽ പോലും സുവിശേഷയോഗം നടത്താത്ത ഒരു സ്ഥലത്ത് സുവിശേഷയോഗം നടത്താൻ എന്നാ ചിലവ് വരും? പാസ്വേ 20,000 റുപ്പീസേ ചിലവ് വരുള്ളൂ. ദൈവമേ, ഞെട്ടിപ്പോയി ഞാൻ. ഇവിടെ 20,000 റുപ്പീസ് ഉണ്ടെങ്കിൽ ഒരു സ്പീക്കർ എടുക്കാൻ പറ്റുകയില്ല. അത് മതിയോ? മതി. അവിടെ ഇതിനു മുമ്പ് യോഗം നടന്നിട്ട്, ഈശോ മിശിഹാ വന്നിട്ട് ഇന്ന് വരെ യോഗം നടക്കാത്ത സ്ഥലം. ഓക്കെ, അപ്പം ഞങ്ങൾക്കത് സഹകരിക്കാൻ പറ്റുമോ? പറ്റും. പാസ് പ്രസംഗിച്ചോ, ഞാൻ തർജ്ജമ ചെയ്തോളാം. ഞാൻ പറഞ്ഞു, എൻ്റെ പോലീസ് സാറേ, അത് ശരിയാവില്ല. നേരിട്ട് പറഞ്ഞിട്ട് തന്നെ തിരിയുന്നില്ല, പിന്നെയാണ് തർജ്ജമ. ഇതെല്ലാം നമ്മൾ അനുഭവത്തിൽ പഠിച്ചതാണ്. നേരിട്ട് പറഞ്ഞിട്ട് തന്നെ പകുതി പേരൊക്കെ പകുതി തിരിയുന്നുള്ളൂ. കാരണം ഞങ്ങളുടെയൊക്കെ കുറ്റമാണ് അത് സ്പീഡ് കൂടി പോകുന്നതും ഞങ്ങളുടെ ഡയലോഗിൻ്റെ പ്രശ്നമൊക്കെ അത്. എന്നിട്ട് ഇനി അത് ഹിന്ദിയിലോട്ടാക്കി, അതൊക്കെ വലിയ പാടാ. സാറങ്ങ് ഹിന്ദി പറഞ്ഞു, ഞങ്ങൾ പുറകിരുന്ന് പ്രാർത്ഥിച്ചോളാം. യോഗം 1 നടത്തി, 600 പേര് പങ്കെടുത്തു, 16 പേര് സ്നാനപ്പെട്ടു.
ജീവിതത്തിൽ ആദ്യമായിട്ട് സുവിശേഷം കേട്ടവരാ. വാതിൽ തുറന്നു കിടക്കുക. ബീഹാറിൽ പോകുന്നവരെ മുഴുവൻ ഒരു കാലത്ത് കൊന്നുകൊണ്ടിരുന്നു. ഇപ്പം ഈ കൊല്ലാൻ പോകുന്നവരെ എവിടെ പോയെന്ന് അറിയാൻ മേല. ദൈവം കണ്ണ് കെട്ടിയിരിക്കുക. എങ്ങനെ സംഭവിച്ചെന്നറിയാവോ? പ്രാർത്ഥനയുടെ മറുപടിയാ. ആര് പ്രാർത്ഥിച്ചു? ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. ബീഹാറിന് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. ഒറീസയ്ക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. ഇന്ത്യക്ക് വേണ്ടി ലക്ഷങ്ങൾ പ്രാർത്ഥിച്ചു. മറുപടി വന്നു തുടങ്ങി. വിശുദ്ധന്മാർ പട്ടണങ്ങളിൽ മുറി വാടകയ്ക്കെടുത്ത് പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആരും അറിയുന്നില്ല. അഭിഷിക്തന്മാർ എല്ലാ സ്ഥലങ്ങളിലും നടന്ന് പ്രാർത്ഥിച്ചു. ഇന്ത്യയുടെ സ്ഥിതി ദൈവം മാറ്റിക്കൊണ്ടിരിക്കുക. ആരെയും ഇപ്പോൾ അടിക്കുന്നില്ല, ഓടിക്കുന്നില്ല. കൂട്ടമായി ജനങ്ങൾ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വലിയ മാറ്റം ഭാരതത്തിൽ ദൈവം വരുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിയുന്നുണ്ടോ? 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 അടുത്ത യോഗം നടത്തി. ഒരു ഡ്രൈവർ മുന്നോട്ട് വന്നു. 25,000 രൂപ ഇങ്ങോട്ട് എടുത്തു തന്നു. ഒരു യോഗം എൻ്റെ വക. ഡ്രൈവർ അത്രയും തരുമ്പോൾ പിന്നെ എഞ്ചിനീയർക്ക് നാണം വരികയില്ലേ? അങ്ങനെ പലരും ഇപ്പം നാണം വന്നിട്ട് തന്നുകൊണ്ടിരിക്കുക. ഇപ്പം 10 കൺവെൻഷൻ്റെ ഫണ്ട് കെട്ടിക്കിടക്കുക. അപ്പോൾ മനസ്സിലായോ? കാശിൻ്റെ അല്ല ഇത് പറയുന്നത്. 10 കൺവെൻഷൻ്റെ ഫണ്ട് ഇപ്പം നിൽക്കുകയെന്നേ. ഈ വലിയ ചൂടൊന്ന് കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുക. ഒക്ടോബർ നവംബർ ബീഹാറിന് വേണ്ടി വെച്ചിരിക്കുക. 10 കൺവെൻഷൻ ഈ വർഷം ഞങ്ങൾ അവിടെ നടത്തും. നിങ്ങൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. പണ്ടൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു ഗൾഫിൽ പോയാലേ കാര്യം നടക്കണമെന്ന്. ഒരു കാര്യമില്ല. കേരളത്തിൽ നിന്ന കാര്യം നടക്കും. ആ, സ്വോത്രം 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 സ്വോത്രം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാക്കളെ വേണോ? വേണമെങ്കിൽ മതി, വേണമെങ്കിൽ മതി. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അത് സായിപ്പന്മാരെ ഏൽപ്പിച്ചിട്ടില്ല, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഒരു സ്റ്റേറ്റിന് വേണ്ടി പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് ആ സ്റ്റേറ്റിനെ നിങ്ങളങ്ങ് ദത്തെടുക്കുക. നിങ്ങളുടെ മക്കളെ മിഷണറിമാരാകാൻ സമർപ്പിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങളുടെ മക്കൾ ആരാകണം? ഒന്ന് മനസ്സിലൊന്ന് ധ്യാനിച്ച് ആരാകണം? സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വെച്ച് ഞാൻ ഒരു എഞ്ചിനീയറുടെ കല്യാണം നടത്തി. കല്യാണ മാധ്യത്തിൽ ഞാൻ പറഞ്ഞു, ഇന്ന് ഇവനൊരു എഞ്ചിനീയറാണ്, പക്ഷെ ഞാൻ ഈ കുടുംബത്തിൽ ഒരു മിഷണറിയെ കാണുന്നു എന്ന് പറഞ്ഞു. കുറെ കാലം കഴിഞ്ഞ് അവർ കാനഡയ്ക്ക് പോയി. കാനഡ ഞാൻ അറിഞ്ഞു അവരവിടെ മിഷൻ വർക്കാണ്. ചെറിയ തോതിലല്ല, നല്ല നിലയിൽ ദൈവം അവരെ ഉപയോഗിക്കുകയാണ്. ചുറ്റിക്കറങ്ങി ഞാൻ ഇപ്രാവശ്യം അവിടെ ചെന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ വന്നെൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ അന്ന് പറഞ്ഞത് നടന്നു. ഞാൻ അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ പോവുകയാണ്, എന്നെ പ്രാർത്ഥിച്ചയക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചയച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾ ആരാകണം? സ്തോത്രം. അയ്യോ പാസ്റ്ററെ, മക്കൾക്ക് വിളിയില്ലല്ലോ, അതുകൊണ്ടാണ്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, എഞ്ചിനീയർ ആകാൻ വിളിയുണ്ടോ? ഡോക്ടറാകാൻ വിളിയുണ്ടോ? ഉണ്ട്. അതെങ്ങനെ ഉണ്ടായതാ? 2 വയസ്സ് തൊട്ട് നിങ്ങൾ ചെവി പറഞ്ഞു ഡോക്ടറാകണം, 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 ഡോക്ടറാകണം. അന്നേരം വിളിയുണ്ടായി. എഞ്ചിനീയർ ആകണം, എഞ്ചിനീയർ ആകണം, അന്നേരം വിളിയുണ്ടായി. പാസ്റ്ററാകണമെന്ന് പറഞ്ഞു നോക്കി, വിളിയുണ്ടാവും. ആ, പറഞ്ഞു നോക്ക്, പറഞ്ഞു നോക്ക്, പറഞ്ഞു നോക്ക്. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മോൻ അവൻ്റെ മമ്മിയോട് ചോദിക്കുക, ഈ പപ്പായ്ക്ക് വേറെ ഒന്നും പറയല്ലേ? എന്നിട്ട് അവനൊരാളെ കാണിച്ചു. അങ്ങനെ പറയുന്നത് പിണക്കൊന്നും തോന്നരുത്. ഒരു സുചേഴലും ചെയ്യല, ചുമ്മാ ഇങ്ങനെ പിരിവിന് വേണ്ടി മാത്രം വരുന്ന ഒരാളുണ്ട്. പുള്ളിയോട് ശുശ്രൂഷ എന്നാന്ന് ചോദിച്ചാൽ വീടുകൾ സന്ദർശിക്കുക, സംഭാവനകൾ സ്വീകരിക്കുക. അതാ ശുശ്രൂഷ. അതുപോലെ ഞാൻ ആകാനാണോ പപ്പ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട, നീ അതുപോലെ ഒന്നും ആകണ്ട. നീ പറയുന്ന കോഴ്സ് നിന്നെ പഠിപ്പിക്കാം. ദൈവം നിന്നെ വിളിക്കുമ്പോൾ ഓർത്തോണം, ഭൂമിയിൽ എല്ലാറ്റിനേക്കാളും വലുതാണ് സുവിശേഷ വേല. ഭൂമിയിൽ എല്ലാറ്റിനേക്കാളും വലുതാണ് സുവിശേഷ വേല. അതേ ഞാൻ പറഞ്ഞതിൻ്റെ ആശയമുള്ളൂ. സ്തോത്രം. നിന്റെ മക്കൾ ആരാകണമെന്ന് ചിന്തിച്ചേ. നിങ്ങൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഇവിടെ തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നിങ്ങളിൽ ചിലർ ജോലി വിടും. അതുകൊണ്ട് ആലോചിച്ചിട്ട് മതി. പ്രെയർ കോൺഫറൻസ് ഇപ്പോൾ തീർന്ന ആശീർവാദം പറയുക. മധ്യസ്ഥ പ്രാർത്ഥന ഇനിയും തുടരണോ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് മതി. ഞങ്ങളിങ്ങനെ പറഞ്ഞെന്നോർത്തൊന്നും പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വീടിൻ്റെ സ്ഥിതി മാറും.
നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറും, നിങ്ങളുടെ ചിന്ത മാറും, നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വേലയ്ക്ക് പോകും. നിങ്ങളുടെ മക്കൾ പുസ്തകം എടുത്തുകൊണ്ടിറങ്ങും. അന്നേരം പിള്ളേരെ പുറകോട്ട് വലിക്കരുത്. ഇതൊരു ഉണർവിൻ്റെ ആരംഭമേ ആയിട്ടുള്ളൂ. ഇവിടെ നിന്ന് മിഷണറിമാർ പുറപ്പെടാൻ പോകുന്നു. ഇവിടെ നിന്ന് കൊയ്ത്തിലേക്ക് ആളുകൾ പോകാൻ പോകുന്നു. കൊയ്ത്തുപാട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ കേട്ട് അവസാനിപ്പിക്കാൻ പോവുക. പ്ലീസ്. പ്രാർത്ഥന ആരംഭിച്ചു പോയെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അവസ്ഥ മാറും. നിങ്ങൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിന്തിക്കാൻ പോണത്. നിങ്ങളുടെ മക്കൾ പറയും, പപ്പ ഞാൻ ഒറീസയ്ക്ക് പോകാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മകൾ പറയും, MBBS കഴിഞ്ഞ മകൾ പറയും, പപ്പ ഞാൻ ബീഹാറിന് പോകാൻ തീരുമാനിച്ചു. ആലോചിച്ചിട്ടേ പ്രാർത്ഥിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഇന്നാൾ പ്രാർത്ഥിച്ചതുപോലെ പാസ്പോർട്ടിനും വിസയ്ക്കും വേണ്ടി തന്നെ പ്രാർത്ഥിച്ചോ. മിഷണറിമാർക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ കൈകൊട്ടി പോലെയൊന്നും അല്ല. കളിയങ്ങ് മാറാൻ പോവുക. ഒരു കൊയ്ത്തിന്റെ സമയം വന്നിരിക്കുന്നു. ഭാരതത്തിന്റെ ഉണർവ് ആരംഭിച്ചിരിക്കുന്നു. ആത്മാക്കളുടെ വലിയ കൊയ്ത്ത് നമ്മുടെ തലമുറയിൽ നാം കാണാൻ പോകുന്നു. ഒരു വലിയ കൊയ്ത്തിനായി ദൈവം നമ്മെ വിളിക്കുന്നു. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ആ കൊയ്ത്തിൻ്റെ പാട്ട് പാടി സന്തോഷിക്കാം, ദൈവത്തെ ആരാധിക്കാം. ആ സമയത്ത് ഈ പ്രയർ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ജോസ് പാസ്റ്റർ മുന്നോട്ട് വരും. അദ്ദേഹം പ്രത്യേക ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങളെ മുന്നോട്ട് വിളിക്കും. സമയമൊന്നും പോയിട്ടില്ല. ആ പ്രാർത്ഥന ഇവിടെ നടക്കാൻ പോവുകയാണ്. പാട്ട് നമുക്ക് ചേർന്ന് പാടാം. വയലു വിളയണ കാഴ്ച കണ്ടൻ കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർക്കുന്നു, ദൈവ വചനമോർക്കുന്നു. വയലു വിളയണ കാഴ്ച കണ്ടൻ കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർക്കുന്നു, ദൈവ വചനമോർക്കുന്നു. കൊയ്ത്തിന്റെ നാളുകളെണ്ണി വയലു നിറയുന്നു, സ്വർണ്ണ കതിരു കായ്ക്കുന്നു. വെയിലും മഴയുമേറ്റ് കതിരുപാടുന്നു, വലിയ വയലു പാടുന്നു. സുവിശേഷ വേല ചെയ്യാൻ വാ, നല്ല യജമാനെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ട് വാ, നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ. ദൈവരാജ്യം കടുക് മണി പോലെ വിധി ഒളിപ്പിച്ച വയലു പോലെ ആരും കൊതിക്കുന്ന മുത്തുപോലെ കാത്തു നിൽക്കുന്ന മണവാട്ടി പോലെ. അതുകൊണ്ട് സമയമില്ല എന്നു ചൊല്ലി മറുതലിക്കല്ലേ, നീ അലസനാവല്ലേ. കള്ളനെ പോൽ കൊള്ള നേടാൻ നാഥൻ വന്നിടുമേ, നിന്റെ കണക്ക് തീർത്തിടുമേ. സുവിശേഷ വേല ചെയ്യാൻ വാ, നല്ല യജമാനെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ട് വാ, നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ. കൊയ്ത്തിനായി വയലേറെ ഉണ്ടെങ്കിലും തോഴ വേലക്കാരോ ചുരുക്കം. തോളോട് തോൾ ചേർന്ന് പോകാം നാം ഒരുമിച്ച്, യജമാനൻ
വരുവാൻ കാലമായി, നല്ല യജമാനൻ വരുവാൻ കാലമായി. നമ്മുടെ തമ്പുരാൻ വരുമ്പോ അവന്റെ മുമ്പിൽ ചില നല്ല കതിരുകളും മാറോട് ചേർത്ത് നിൽക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇന്ന് ദൈവദാസൻ പറഞ്ഞതുപോലെ ചില കതിരുകളുമായിട്ട് ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് ചെല്ലുവാൻ ഇടയായി തീരട്ടെ. ചടിചട് 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 ഉയരും കാഹളനാദം കേട്ടില്ലേ, കേട്ടില്ലേ, കേൾക്കുന്നില്ലേ? തകതക തകതിമി തകതിമി കൊയ്ത്തിൻ ആർപ്പുനാദം കേട്ടില്ലേ? കൊയ്ത്തിന്റെ നാദൻ വന്ന് കതിരുകളെല്ലാം മാറി ചേർത്ത് വേഗത്തിൽ, ആഹാ വേഗത്തിൽ ആനന്ദ കണ്ണീർ വീട്ടും ഭക്തൻ, കണ്ണീർ വീട്ടും ഭക്തന്മാർ നൃത്തത്തോടെ പാടുന്നേ, ജയഘോഷം പാടുന്നേ. ഇനി കണ്ണീരില്ല, മുറവിളിയില്ല, ദുഃഖമില്ല, നിത്യതയിൽ ദൂതന്മാരും മൂപ്പന്മാരും ചേർന്നു പാടും നിത്യതയിൽ. ഇനി കണ്ണീരില്ല, മുറവിളിയില്ല, ദുഃഖമില്ല, ദൂതന്മാരും മൂപ്പന്മാരും ചേർന്നു പാടും. എവിടെ? നിത്യതയിൽ. അന്നാളിൽ തള്ളപ്പെട്ട് നെഞ്ചം കീറി കണ്ണീർ വാർത്ത കാര്യമില്ല സോദരാ. അതുകൊണ്ട് അനുതാപമോടെ നിൻ പാപത്തിൻ വഴി മാറ്റി യേശുവിനെ നേടുക. ഇന്ന് രാത്രിയിൽ ഇപ്പോ യേശുവിനെ നേടുക. യേശുവിനെ സ്വീകരിച്ചവർക്ക് സന്തോഷത്തിന് ഒരു അതിരിയില്ല. കരങ്ങളെ ചേർത്തെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഓ വയലു വിളയണ കാഴ്ച കണ്ടൻ കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർക്കുന്നു, ദൈവ വചനമോർക്കുന്നു. കൊയ്ത്തിന്റെ നാളുകൾ എണ്ണി വയലു നിറയുന്നു, സ്വർണ്ണ കതിരു കായ്ക്കുന്നു. വെയിലും മഴയുമേറ്റ് കതിരുവാടുന്നു, വലിയ വയലു പാടുന്നു. സുവിശേഷ വേല ചെയ്യാൻ വാ, നല്ല യജമാനെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ട് വാ, നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ. സുവിശേഷ വേല ചെയ്യാൻ വാ, നല്ല യജമാനെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ട് വാ, നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ. ഇന്ന് രാത്രി ചില രോഗികൾക്കായി കർത്താവിൻ്റെ ദാസൻ ബാബു ചെറിയാൻ പാസ്റ്ററും ബിജി അഞ്ചൽ പാസ്റ്ററും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. തകർന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. ചിലർ എന്നെ വിളിച്ച് ഒത്തിരി പ്രയർ റിക്വസ്റ്റ് പറഞ്ഞു. ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ചിലർ ഇതിനകത്ത് നിൽപ്പുണ്ട്. ചില കുഞ്ഞുങ്ങൾ ചെന്ന് പറഞ്ഞ് ചില ഹൈന്ദവ മാർഗത്തിൽ നിന്ന് ആ ഒരു ആരാധനയിൽ മാത്രം പങ്കെടുത്ത ചില ടീച്ചേഴ്സ് തുടങ്ങിയതിൻ്റെ അന്ന് തൊട്ട് ഇന്ന് രാത്രി വരെ ഇവിടെ നിൽക്കുക. ചില മുസ്ലിം സഹോദരങ്ങൾ ഇതിൻ്റെ നടുവിൽ നിൽക്കുന്നു. തകർന്നവർ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ മീറ്റിംഗ് അവസാനിക്കൂ. തലമുറയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ മീറ്റിംഗ് അവസാനിക്കൂ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ മീറ്റിംഗ് അവസാനിക്കൂ. പക്ഷേ ഈ പാട്ട് പാടിയപ്പോൾ ആരംഭത്തിൽ ജോലിയോടുള്ള ബന്ധത്തിലായാലും ജോലി ഇല്ലാത്തവരായാലും എനിക്ക് സുവിശേഷം പറയണം. സുവിശേഷ വേലയ്ക്കായി ഇന്ന് രാത്രി ഓർഡിനേഷനൊന്നുമല്ല, കർത്താവിൻ്റെ ദാസന്മാരെ കൈവയ്ക്കണം. എനിക്ക് ക്യാമ്പുകളിലേക്ക് പോകണം, എനിക്ക് ചില ഭവനങ്ങളിലേക്ക് പോകണം. ഇന്ന് പകൽ കേട്ടതുപോലെ ചില തകർന്ന കുടുംബങ്ങളിലേക്ക് എനിക്ക് പോകണം. അങ്ങനെ വിളിയുള്ളവർ ഏറ്റവും ലാസ്റ്റിൽ നിന്നാലും മതി, ഓടിവാ, എനിക്ക് യേശുവിന് വേണ്ടി നിൽക്കാൻ, സുവിശേഷ വേലയ്ക്കായി താല്പര്യമുള്ള സഹോദരിമാർ ഓടി വന്നാട്ടെ, ഇവിടെ സഹോദരന്മാർ ഓടി വന്നാട്ടെ. കർത്താവിൻ്റെ ദാസന്മാർ അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പോകുക. എനിക്ക് യേശുവിനായി ഈ വയലിലേക്ക് ഇറങ്ങണം, ഈ കൊയ്ത്തിനായി. മറ്റു രോഗികളാരും വരണ്ട, കടഭാരമുള്ളവരും വരണ്ട. എനിക്ക് യേശുവിനെ
പറയണം പറയണം. എൻ്റെ ഉള്ളിലൊരു ആത്മഭാരമുണ്ട്. ഞാൻ അധിവസിക്കുന്ന വളണ്ടിയേഴ്സ്, സഹോദരന്മാർ വേഗത്തിൽ വന്ന് ഈ കസേര അല്പം പുറകോട്ട് മാറ്റി. ഓടിവാ ഓടിവാ ഓടിവാ. എനിക്ക് ഈ ജോലിയോടുള്ള ബന്ധത്തിൽ ഈ രാജ്യത്ത് എനിക്ക് യേശുവിനെ പറയണം. ഈ 3 ദിനരാത്രങ്ങളിൽ നടന്ന ഈ പ്രയർ കോൺഫറൻസിലെ ദൈവവചനം എനിക്ക് ഇടിവ് നിൽക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു. ഞാൻ ഇടിവ് നിൽക്കുമ്പോൾ എൻ്റെ സഹോദരൻ വിടുവിക്കപ്പെടുന്നു. ഞാൻ ഇടിവ് നിൽക്കുമ്പോൾ എൻ്റെ ദേശം വിടുവിക്കപ്പെടുന്നു. പുറകിൽ നിൽക്കുന്ന മറ്റുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാട്ടെ. ഈ രാജ്യത്ത് സ്വർഗം ഒരു കൊയ്ത്തിനായി ഈ പ്രിയപ്പെട്ടവരെ അയക്കാൻ പോവുക. കർത്താവിൻ്റെ ദാസന്മാർ അവരുടെ മേൽ കൈവച്ചവരെ ശുശ്രൂഷയ്ക്കായി ഇറക്കി വിടാൻ പോകുക. ഇതൊരു സഭയുടെ മീറ്റിംഗ് അല്ല, ഇതൊരു സംഘടനയുടെ മീറ്റിംഗ് അല്ല, ഇത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരുടെ മീറ്റിംഗ്. കർത്താവിൻ്റെ ദാസന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഈ ദേശം പിടിക്കുകയാണ്. ഏതു നാട്ടിലും എല്ലാവരും ശക്തിയോടെ പ്രാർത്ഥിച്ചു. വേല ചെയ്യും പ്രാർത്ഥിച്ചവർ പുറകോട്ട്. യേശുവിൻ നാമത്തിൽ യേശുവിനായൻ പോകും. യേശുവിൻ വേല ചെയ്യും യേശുവിനായൻ അന്ത്യത്തോളവും. When he calls me, I will answer. When he calls me, when he calls me, I will answer. I was somewhere working for my Lord. I was somewhere working. I was somewhere working. I was somewhere working for my Lord. I was somewhere working. I was somewhere working. I was somewhere working for my Lord. In the byways, in the highways, in the byways, in the highways, in the byways, in the highways, I was somewhere working for my Lord. I was somewhere working. I was somewhere working for my Lord. I was somewhere working. I was somewhere working. I was somewhere working for my Lord. In the mountains, in the valleys, in the mountains, in the valleys, in the mountains, in the valleys, I was somewhere working for my Lord. I was somewhere working. I was somewhere working. I was somewhere working for my Lord. I was somewhere working. I was somewhere working. I was somewhere working for my Lord. ഞെരുക്കമാകിലും സാരമില്ല പോയിടും
വിളിച്ച പോയിടും ഞാൻ യേശുവിനാ ഏതു നാട്ടിലും യേശുവിനാൻ പോകും യേശുവി വേല ചെയ്യും യേശുവിനായി ഞാൻ അന്ത്യത്തോളവും യേശുവിനായി ഞാൻ പോകും യേശുവി വേല ചെയ്യും യേശുവിനായി ഞാൻ അന്ത്യത്തോളവും ക്രൂശുമേന്തി പോയിടും ഞാൻ യേശുവിനായി പോയിടും ഞാൻ വിളിച്ച പോയിടും ഞാൻ യേശുവിനായി ഏതു നാട്ടിലും യേശുവിനായി പോകും യേശുവി വേല ചെയ്യും യേശുവിനായി അന്ത്യത്തോളവും യേശുവിനായി പോകും യേശുവി വേല ചെയ്യും യേശുവിനായി അന്ത്യത്തോളവും യേശുവിനായി ഞാൻ 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 പോകും യേശുവി വേല ചെയ്യും യേശുവി അന്ത്യത്തോളവും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കഴിഞ്ഞ 3 ദിവസക്കാലം തമ്പുരാന്റെ സാമീപ്യം സന്ദർശനം രുചിച്ചറിഞ്ഞ ദൈവജനത്തിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ അത്യന്തം പരമായി ഈ 3 ദിവസക്കാലം നീന്തി തുടിക്കുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് സ്തോത്രം. കർത്താവേ, ഈ 3 ദിവസങ്ങളിൽ കൂടെ ഇന്ന് രാത്രിയിലും ഇന്നലെ രാത്രിയിലും കർത്താവ് പേർ ചൊല്ലി വിളിച്ച് അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി കർത്താവെ മറ്റുള്ളവരോട് അങ്ങയുടെ സുവിശേഷം പറയുവാൻ നിയോഗിക്കപ്പെട്ട ജനത്തെ ഓർത്ത് അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ. ആർ എനിക്ക് വേണ്ടി പോകും, ഞാൻ ആരെ അയക്കേണ്ടു എന്നുള്ള ശബ്ദം അവരുടെ കാതുകളിൽ കേട്ടതോർത്ത് സ്തോത്രം. നാഥ, ഇന്ന് വിടുതലിൻ്റെ ദിവസമാക്കിയതോർത്ത് സ്തോത്രം. രോഗികളെ അങ്ങ് വിടുവിച്ചതിനായി സ്തോത്രം. കടഭാരത്തിൽ ഇരുന്നവരെ വിടുവിച്ചതിനായി സ്തോത്രം. കർത്താവെ, മറ്റ് പ്രോബ്ലങ്ങളിൽ ഇരുന്നവരെ അങ്ങ് വിടുവിച്ച് മഹത്വമെടുത്ത കർത്താവാകിയാൽ സ്തോത്രം. ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസന്മാരെ അങ്ങ് പരിശുദ്ധാത്മാവിൽ ശക്തീകരിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ബാബുചെറിയൻ പാസ്റ്റർ പിന്നെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശരീരാത്മതകളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിൽ അത്യന്തം പരമായി പിന്നെയും ദേശത്തെ പാട് ഓടുവാൻ അങ്ങ് കൃപ ചെയ്താട്ട്. വിജയഞ്ചൽ പാസ്റ്ററിനായി സ്തോത്രം. സർവശക്തന്റെ നീതിയാൽ ഭൂലോകമെങ്ങയും ഒക്കെയും അങ്ങയുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് വിടുതലിൻ്റെ ശുശ്രൂഷയുമായി അങ്ങ് അയക്കുന്നതോർത്ത് സ്തോത്രം. ജോസ് പാസ്റ്റർക്കായി നിങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു.
കൊടുത്ത ദർശനത്തെ അങ്ങ് പിന്നെയും വളർത്തുമാറാകണം കർത്താവേ. ഈ ദേശത്ത് അങ്ങ് സന്ദർശിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത ലോകമെമ്പാടും മുഴങ്ങുവാൻ കേൾക്കുവാൻ അങ്ങ് ഇടയാക്കി തുടങ്ങിയിരിക്കിയാൽ അടിയങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ശുശ്രൂഷിച്ച എല്ലാ കൈത്താങ്ങൽ കൊടുത്ത എല്ലാ ദൈവദാസന്മാർക്കായി ശുശ്രൂഷക്കാർക്കായി അടിയങ്ങളങ്ങയെ സ്തുതിക്കുന്നു. മഹത്വം അങ്ങെടുത്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും കടന്നു വന്ന എല്ലാ തൻ്റെ ജനത്തോടും തൻ്റെ ദാസന്മാരോടും ശുശ്രൂഷിച്ച ദൈവദാസന്മാരോടും ഭൂലോകമെങ്ങുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും പ്രത്യേകാൽ ഇന്ന് അങ്ങ് കരം വെച്ച് അയച്ചിരിക്കുന്ന സകല മക്കളോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.